ഗുഡ് ഈവനിങ് ഓൾ. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ലിറ്ററസി ഏരിയയിൽ നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് തോമസ് സാറാണ്. തോമസ് സാറ് ചങ്ങനാശ്ശേരി സ്വദേശിയാണ്, കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിയാണ്. ബാങ്കിൽ മാനേജറായിരുന്നു, ക്ലാസ് 2 ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു. സാറിൻ്റെ വൈഫും അസംഷൻ കോളേജിലെ റിട്ടയർഡ് പ്രൊഫസറാണ്, ചങ്ങനാശ്ശേരി അസംഷൻ കോളേജ്. വളരെ കാലം കാനറ ബാങ്കില് സ്തുത്യർഹമായ സേവനത്തിന് ശേഷം ഇപ്പൊ സാറ് വളരെ ക്രിയേറ്റീവായിട്ടൊരു സോഷ്യൽ പ്രോഗ്രാമിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. ഫിനാൻഷ്യൽ ലിറ്ററസി മിഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ ലിറ്ററസി മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ചങ്ങനാശ്ശേരി ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലറായിട്ട് വർക്ക് ചെയ്യാൻ. അതിനേക്കാൾ ഉപരി ടോട്ട്സിലെ ഒരു ട്രെയിനറാണ്. ഫിനാൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു ഫിനാൻഷ്യൽ കോച്ചാണ്. വളരെ സ്നേഹത്തോടെ ആദരവോടെ ഞാൻ സാറിനെ ക്ഷണിക്കുകയാണ്. വെൽക്കം സാർ. ഓക്കെ സാർ. സ്നേഹത്തോടെ പോസിറ്റീവ് കമ്മ്യൂൺ കോട്ടയം ചാപ്റ്ററിലെ എല്ലാ മെമ്പർമാരെയും ഞാൻ വളരെ സ്നേഹത്തോടെ ഇന്നത്തെ ഈ സന്ധ്യാ സമയത്തെ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഈ സന്ധ്യാസമയത്ത് ഒന്നിച്ചു കൂടുന്നത് നമ്മളുടെ സൗഹൃദങ്ങൾ പങ്കിടാനും അതോടൊപ്പം നമ്മളിൽ ഉള്ള ചില അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും ആണ്. അപ്പൊ ഇങ്ങനെ ഒരു കൂട്ടായ്മയാണ് എന്നും എപ്പോഴും നമ്മളെ ലൈവായിട്ടും ഏറ്റവും ഉണർവോടെ നിർത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. എന്നെപ്പറ്റി സാറ് വളരെ നന്നായി പറഞ്ഞു. ഞാൻ ഒരു ബാങ്കിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. അവിടുന്ന് റിട്ടയർ ചെയ്തു. ഇപ്പോൾ ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർ എന്ന ഒരു പോസ്റ്റിൽ, അത് കേരളത്തിൽ ഒരു ബ്ലോക്കിൽ ഒരാള് എന്ന നിലയിലാണ്, ഒരു പോസ്റ്റ് എന്ന നിലയിലാണ് അത് നടപ്പാക്കി വരുന്നത്. ചങ്ങനാശ്ശേരി അടുത്ത് മാടപ്പള്ളി എന്ന് പറഞ്ഞ ഒരു ബ്ലോക്കിലെ ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലറായിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എനിക്ക് ഈ ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ ഉള്ള കാര്യങ്ങൾ പറയുന്നതിനാണ് എനിക്ക് കൂടുതൽ താല്പര്യവും എനിക്ക് കൂടുതൽ ആദ്യമായിട്ട് ചെയ്യാനും സാധിക്കുന്നത്. ടോട്ട്സിൽ അല്ലാത്ത പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരു സംതൃപ്തി കൂടുതൽ വരുന്നത് ഇങ്ങനെയുള്ള മാറ്റേഴ്സിലാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കുകയാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭരിക്കുന്ന ഒരു ഗവൺമെന്റിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? തീർച്ചയായിട്ടും ഒരു പൊതു സേവനമാണ്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുക. പൊതുസേവനം, ജനോപകാരപ്രദമായ പദ്ധതികൾ അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമത്തിന് പറ്റുന്ന പദ്ധതികൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ഈ ഇലക്ഷൻ കാലത്ത് LDF ഗവൺമെന്റിന് ഒരു തുടർഭരണം ലഭിച്ചു. ആ തുടർഭരണം ലഭിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ ഒരു കാര്യം, അവർ നടപ്പാക്കിയ പല ക്ഷേമ പദ്ധതികളും അവരുടെ തുടർഭരണത്തിന് അവരെ സഹായിച്ചു എന്ന് പറയുന്നു. ഈ ക്ഷേമ പദ്ധതിയിൽപ്പെട്ട ഒന്നാണ് എല്ലാവർക്കും കിറ്റ് കൊടുക്കുന്ന ഒരു പരിപാടി ഇവിടെ ഉണ്ടായത്. അത് നമുക്ക് എല്ലാവർക്കും അത് ഇന്ന കാർഡ് എന്നുള്ള ഒരു ക്രൈറ്റീരിയ ഇല്ലാതെ എല്ലാവർക്കും ലഭ്യമാക്കുകയാണ്. ഇതുപോലുള്ള ക്ഷേമ പദ്ധതികൾ എല്ലാ ഗവൺമെന്റും നടപ്പാക്കാൻ താല്പര്യപ്പെടുന്നുമുണ്ട്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഒരു 5 തലത്തിലുള്ള ഒരു തട്ടാണ് നമുക്കുള്ളത്. നമ്മൾ താഴത്ത് നോക്കിയാൽ ഗ്രാമപഞ്ചായത്തുണ്ട്, അതിന് മുകളിൽ ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, അതിന് മുകളിൽ ജില്ലാ പഞ്ചായത്തുണ്ട്, അതിന് മുകളിൽ സ്റ്റേറ്റ് ഉണ്ട്, പിന്നെ നമുക്ക് കേന്ദ്ര ഗവൺമെന്റ്.
ഇത്രയധികം ഗവൺമെന്റുകളുള്ള ഒരു 5 തട്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഈ എല്ലാ ഗവൺമെന്റുകളും ഇതുപോലെ തന്നെ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാൻ താല്പര്യപ്പെടുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധതികൾക്കെല്ലാം അവർ വിളിക്കുന്ന പേര് ക്ഷേമ പദ്ധതികൾ എന്ന് തന്നെയാണ്, വെൽഫെയർ സ്കീംസ്. നേരെ മറിച്ച് സെൻട്രൽ ഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധതികളെ അവർ കൂടുതലും വിളിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ അഥവാ സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് എന്നാണ്. അങ്ങനെ നടപ്പാക്കിയ ചില ക്ഷേമ പദ്ധതികൾ അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിനെ പറ്റിയാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്. ഈ ക്ഷേമ പദ്ധതികൾ അല്ലെങ്കിൽ ഈ സോഷ്യൽ സെക്യൂരിറ്റി പദ്ധതികൾ ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് പലർക്കും അറിവുണ്ടായിരിക്കും. അറിവുള്ളവർ ഇതിനെ ഒരു റിഫ്രഷ്മെന്റ് ആയിട്ട് മാത്രം എടുത്താൽ മതി. അറിവില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അറിവായിട്ടും അവർക്ക് എടുക്കാനായിട്ട്. ഇതിൽ പല പദ്ധതികളിൽ നമുക്ക് പങ്കാളികളാകാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് പങ്കാളികളാകാൻ പറ്റാത്ത പദ്ധതിയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കതിൽ താല്പര്യമില്ലാത്ത പദ്ധതിയാണെങ്കിൽ, നമുക്ക് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അയൽവാസികളോ അല്ലെ നമ്മൾ സഹവസിക്കുന്നവരോ നമുക്കറിയുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് പങ്കുവെക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഈ പദ്ധതികളെ പ്രയോജനം നമ്മൾ സ്വന്തം എടുക്കുന്നില്ല എങ്കിൽ, അല്ലെ നമുക്കതിന് അർഹതയില്ലെങ്കിൽ, നമ്മൾ മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ചുകൊണ്ട് അവരോട് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ ഇതിൻ്റെ പ്രയോജനം എടുക്കാൻ തക്കോണം യോഗ്യരാക്കണം എന്നാണ് എനിക്ക് പറയാനായിട്ട്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകാം. അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടു കൂടെ ഞാൻ എൻ്റെ PPT ഒന്ന് ഷെയർ ചെയ്യുകയാണ്. ഓക്കെ സാർ. കാണാവോ സാറേ? കാണാം അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് 2 ഇൻഷുറൻസ് പദ്ധതികളെ പറ്റി. ഇതിനോടനുബന്ധിച്ച് ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുക. നമ്മളെല്ലാം ലൈഫ് ഇൻഷുറൻസ് എന്തിനാണ് എടുക്കുക? നമ്മളെല്ലാവരും ലൈഫ് ഇൻഷുറൻസ് എങ്ങനെയായാലും എടുക്കും. എന്തിനാണ് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കുക? റെസ്പോണ്ട് ചെയ്യണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ആവുന്നവര് കേട്ടോ, എല്ലാവരും അൺമ്യൂട്ട് ചെയ്യുക, സംസാരിക്കാം കേട്ടോ. തീർച്ചയായിട്ടും സാറിനോട് കൂടി ചേർന്ന് നമുക്ക് പോവാം. അൺമ്യൂട്ട് ചെയ്യാം, സംസാരിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം ഈ ഇൻഷുറൻസ് പദ്ധതികളുടെ പങ്കാളികളാകുന്നത് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളുടെ അനന്തരാവകാശികൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി. ആ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഗവൺമെന്റ് 2 ഇൻഷുറൻസ് പദ്ധതികൾ സാധാരണ ജനത്തിനായിട്ട് സമർപ്പിച്ചത്. ആ പദ്ധതികളിലേക്ക് നമുക്ക് പോകാം. സാറേ ഞാൻ ഷെയർ ചെയ്യേണ്ട ഇത് സ്ലൈഡ് മാറുന്നില്ല. ഒന്നുകൂടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നുകൂടെ ചെയ്തോളൂ. ഓക്കെ. മാറുന്നില്ല. ഫ്രം ദ ബിഗിനിങ് എന്നൊക്കെ പറഞ്ഞ ഒരെണ്ണം വരേണ്ടതാണ്, അത് കാണുന്നില്ല. എഡിറ്റിംഗ് ആണോ നോക്കിയ സാറേ? സാറിന്റെ പവർ പോയിന്റ് എടുത്തിട്ട് എഡിറ്റിംഗ് എന്ന് പറഞ്ഞതിലാണോ നിൽക്കുന്നത് നോക്കി. എഡിറ്റിംഗ് ആണെങ്കിൽ ചിലപ്പോൾ വരത്തില്ല. ആണോ?
ഞാൻ അന്നേരം ചെയ്തപ്പോൾ ഇത് വന്നായിരുന്നു. വന്നായിരുന്നു. ഇപ്പൊ എന്ത് വരുന്നില്ലേ? ഇപ്പം വരുന്നില്ല. ഷെയറിങ് വരുന്നുണ്ട് അല്ലേ? ചേഞ്ച് ആകുന്നില്ല. ഷെയർ വരുന്നുണ്ട്, കിട്ടുന്നില്ല. ചേഞ്ച് വരുന്നില്ല അല്ലേ? ഞാനൊന്ന് കോസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഞാൻ ഒന്നുകൂടെ വെക്കാം. ഒരു സെക്കൻഡ്. ഓക്കെ സാർ. ഇപ്പൊ നോക്കി സാർ, ഒന്നുകൂടെ നോക്കി. ഒന്നുകൂടെ നോക്കാം സാർ. ഓക്കെ, ഇപ്പൊ വരുന്നുണ്ട് സാറേ. ഓക്കെ, ഷുവർ. ഓക്കെ. അപ്പൊ ഞാൻ ആദ്യം ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്. അതിന്റെ ഷോർട്ട് ഫോം ആണ് PMJJBY. ഈ പദ്ധതി നമുക്ക് അകാലത്തിൽ, ഇതിൽ പങ്കാളികളായ ആള് അകാലത്തിൽ മരണമടഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നോമിനിക്ക് ഒരു സാമ്പത്തികമായ ഒരു സഹായം കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ പ്രധാനമന്ത്രി അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി ഡീറ്റെയിൽസ്, ഈ പദ്ധതിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തീർച്ചയായും കേട്ടിട്ടുണ്ട്. ഓക്കെ. ജീവൻ ഭീമ എന്നറിയപ്പെടുന്നതല്ലേ അത്? ജീവൻ ജ്യോതി ബീമാ യോജന, അത് തന്നെ, ആ പദ്ധതിയാണ്. ഇത് സ്വാഭാവികമായ മരണം സംഭവിക്കുന്ന ആർക്കും ക്ലെയിം ചെയ്യാവുന്ന, ഇതിൽ അംഗമാണെങ്കിൽ ക്ലെയിം ചെയ്യാവുന്ന ഒരു പദ്ധതിയാണ്. അത് ഏത് രീതിയിലുള്ള മരണമായാലും ആകാം. അത് ഒരു രോഗം വന്ന്, ഇപ്പം അറ്റാക്ക് വന്നിട്ട് മരിച്ചതായാലും കൊള്ളാം, അല്ലെങ്കിൽ ക്യാൻസർ വന്ന് മരിച്ചതായാലും കൊള്ളാം, അല്ല മറ്റെന്തെങ്കിലും അപകടം ഉണ്ടായതാണ്, അല്ലെങ്കിൽ ഇനി അപകടത്തിൽ മരിച്ചതാണ്, ഇനി വെള്ളത്തിൽ പോയി മരിച്ചതാണ്, ഒന്നുമില്ലെങ്കിൽ ആത്മഹത്യയാണെങ്കിൽ പോലും ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ഈ പദ്ധതിയുടെ ഇൻഷുറൻസ് കവർ 2 ലക്ഷം രൂപയാണ്. അതായത് മരിച്ചു പോകുന്ന ആളുടെ നോമിനിക്ക് 2 ലക്ഷം രൂപ ഇൻഷുറൻസ് കവർ. ഇതിൽ നമുക്ക് പങ്കാളികളാകാൻ വേണ്ടിയിട്ട് നമ്മൾ അടയ്ക്കേണ്ട പ്രീമിയം ഒരു കൊല്ലം 330 രൂപയാണ്. ഒരു കൊല്ലത്തേക്ക് 330 രൂപ. ഈ പദ്ധതി ഗവൺമെന്റ് അനൗൺസ് ചെയ്തെങ്കിലും ഇത് നടപ്പാക്കേണ്ടവര് ബാങ്കുകളാണ്. ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ഇത് പൊതുമേഖലാ ബാങ്കുകളാകാം, സ്വകാര്യ ബാങ്കുകളാകാം. എല്ലാ ബാങ്കുകളും ഇത് നടപ്പാക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. ഈ പദ്ധതിയിൽ പൊതുമേഖലാ ബാങ്കുകൾ പലപ്പോഴും താല്പര്യം എടുക്കാറുണ്ട്, കാരണം അവർക്ക് അതിന്റെ ടാർഗറ്റോ ഒക്കെ ഉണ്ട്. പക്ഷെ സ്വകാര്യ ബാങ്കുകൾ അത്രയധികം താല്പര്യം ഇതിൽ കാണിക്കുന്നതായിട്ട് കാണുന്നില്ല. അതാണ് ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകത. ഇതിന് 330 രൂപ മാത്രം അടച്ചാൽ മതി. ഇതിൽ ചേരാനായിട്ടുള്ള നമ്മുടെ പ്രായപരിധി 18 വയസ്സുള്ള ആർക്കും ഇതിനകത്ത് അംഗമാകാം. 18 താഴെയുള്ളവർക്ക് ഇതിനകത്ത് ചേരാൻ പറ്റില്ല. ഇത് 50 വയസ്സ് വരെ ഉള്ളവർക്ക് എടുക്കാം. 50 വയസ്സ് കഴിഞ്ഞുള്ളവർക്ക്, 51ാമത്തെ വയസ്സുകാരന് ഇത് എടുക്കാൻ പറ്റില്ല. പക്ഷേ 50 വയസ്സ് വരെ ഉള്ളിൽ എടുത്ത ഒരാളാണെങ്കിൽ ഇത് 55 വയസ്സ് വരെ തുടർന്ന് കൊണ്ടുപോകാനായിട്ട് പറ്റും. പക്ഷെ 51ാമത്തെ വയസ്സിൽ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ 55 വയസ്സിനകത്തുകൊണ്ട് ഇത് തീർന്നു പോകും എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് അകാലത്തിൽ മരണമടയുന്ന ഒരാൾക്ക് ഉള്ള ഒരു സഹായ ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് ഗവൺമെന്റ് അനൗൺസ് ചെയ്തത് എന്ന്.
ഈ പദ്ധതി 50 വയസ്സ് കഴിഞ്ഞ് അവർക്ക് 55 വയസ്സ് വരെ തുറന്നു കൊണ്ടുപോകാം. ഇതിന്റെ കാലാവധി ജൂൺ മുതൽ മെയ് വരെയുള്ള കാലപരിധി, അതാണ് 1 കൊല്ലം എന്ന് പറയും. ഇത് ഒരിക്കൽ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഒരു ഫോം ഒക്കെ ഉണ്ട്. ആ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് ബാങ്കിൽ കൊടുത്ത് അവർ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ബാധകമാകും. ഇത് ബാധകമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇൻഷുറൻസ് ക്ലെയിം കിട്ടാനായിട്ട് 60 ദിവസം കഴിയണമായിരുന്നു ആദ്യം ഇത് തുടങ്ങിയ സമയം. പിന്നീട് അത് 45 ആക്കി. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇത് 30 ദിവസമായിട്ട് കുറച്ചിട്ടു. 30 ദിവസം കഴിയുമ്പോൾ ഇതിന് ക്ലെയിമിന് അവകാശമുണ്ട്. 30 ദിവസത്തിന് മുമ്പ് നമ്മൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുകയില്ല. ഇത് ജൂൺ മുതൽ മെയ് വരെ ആണെങ്കിലും ഇതിൽ ആദ്യമായി ചേരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏത് മാസം വേണേലും ഇതിനകത്ത് ചേരാം. ഇതിന്റെ റിന്യൂവൽ നടക്കുന്നത് മെയ്യിലാണ്. എല്ലാ മെയ്യിലും ഇത് നടക്കും. അപ്പം ഇതിൽ ചേർന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ടത് മെയ്യിൽ നമ്മുടെ ബാലൻസ് അക്കൗണ്ടിൽ ഉണ്ടാകണം. അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇത് നമ്മൾ അതിനകത്തൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഓട്ടോ ഡെബിറ്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും മെയ്യിൽ ഇത് എടുത്തു. അതാണ് ഇത് ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ ആയിട്ടുള്ള ആൾക്കാരെല്ലാം ശ്രദ്ധിക്കേണ്ടത്, ഇതിന് പ്രത്യേക പോളിസി ഒന്നും നമുക്ക് കിട്ടുകയില്ല. ഈ പദ്ധതി ആദ്യം തുടങ്ങിയപ്പോൾ 1 ലക്ഷമായിരുന്നു, പിന്നീടാണ് 2 ലക്ഷമാക്കി കൂട്ടി. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെയിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഈ തുക ഡെബിറ്റ് ചെയ്തിട്ടുണ്ടോ, 330 ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. 330 നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പദ്ധതി ലൈവാണ്. ഈ പദ്ധതിയിൽ അംഗമായിട്ട് നമ്മുടെ ഇതിനകത്തുള്ള ആരെങ്കിലും ഇതിനകത്ത് അംഗമായിട്ടുണ്ടോ? ആരെങ്കിലും ഇതിനകത്ത് എടുത്തിട്ടുണ്ടോ? ചില ബാങ്കുകൾ ഒരു അറിവ് കിട്ടിയിട്ടില്ല, ഇതിനെ കുറിച്ചൊരു അറിവ് മനസ്സിലായില്ല. ആദ്യമായിട്ടാണ് കിട്ടുന്നത്. പക്ഷെ ചില ബാങ്കുകളെല്ലാം നമ്മുടെ അനുവാദം ഇല്ലാണ്ട് തന്നെ ഓട്ടോ ആയിട്ട് ഇതിനകത്ത് ഡെബിറ്റ് ചെയ്ത് എടുത്ത ചില ബാങ്കുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ പാസ്ബുക്കിലൊന്ന് നോക്കണം, മെയിൽ ഇങ്ങനെ ഒരു ഡെബിറ്റ് ഉണ്ടോ. 330 ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഭാഗമാണ്. അപ്പൊ നമ്മൾ അതൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, നമ്മൾ കൊടുക്കാതെ തന്നെ വരുമോ അതോ? കൊടുക്കാതെയും ചില എടുത്തു. പ്രത്യേകിച്ച് അത് എനിക്ക് അങ്ങനെ പേര് പറയാൻ പറ്റും, SBI പോലെയുള്ള ബാങ്ക് അല്ലാണ്ടും എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അക്കൗണ്ട് ഉള്ളവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അക്കൗണ്ട് ഉള്ളവർ കുറെ ആൾക്കാരെല്ലാം അവരങ്ങനെ എടുത്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഹലോ സാർ, ഞാന് എന്നോട് ബാങ്ക് ചോദിച്ചു ഇത് ക്രെഡിറ്റ് എടുക്കട്ടെ എന്ന് ചോദിച്ചു, സമ്മതിച്ചു. അങ്ങനെ ഡിഡക്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ആണാണ്. ഏജ് ഓവറായി പിന്നെ അതിന്റെ പ്രശ്നം ഞാൻ അന്വേഷിക്കാറില്ല. ഏജ് 55 കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി അന്വേഷിക്കേ വേണ്ട. അത് ബാങ്ക് തന്നെ ഇങ്ങോട്ട് ചോദിച്ചു, ഇങ്ങനെ ഒരു സ്കീമുണ്ട്, ചേരണോന്ന് ചോദിച്ചു. ചേരണമെന്ന് ചേർന്നു SBIയില്. അങ്ങനെ ചേർന്നു. എല്ലാ മാസവും ഈ എമൗണ്ട് ഡെബിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അല്ല, എല്ലാ വർഷവും. അപ്പം ഇത് നമ്മൾ ഉള്ളതുകൊണ്ട് ഇത് ശ്രദ്ധിക്കേണ്ടത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതാണ് ഒരു ഡ്യൂട്ടി. രണ്ടാമത്തെ ഒരു കാര്യം, നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉള്ളത്, നമ്മൾക്കിങ്ങനെ ഒരു പദ്ധതി ഉണ്ടെന്ന് നമ്മുടെ വീട്ടിലുള്ളവരോട് നമ്മൾ പറഞ്ഞു വെക്കണം. നോമിനിയോട് പറഞ്ഞു വെക്കണം, അല്ലെങ്കിൽ വീട്ടിലുള്ള ആരോടെങ്കിലും പറഞ്ഞു വെക്കണം. അല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ആർക്കും ഇങ്ങനെ ഒരു സംഗതി ഉണ്ടോ എന്ന് അറിയത്തില്ല. ഇതിന് പ്രത്യേക പോളിസി ഒന്നും നമ്മുടെ കയ്യിലില്ല, ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളൊന്ന് പറഞ്ഞു വെക്കുക. അങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇത് ക്ലെയിം ചെയ്യേണ്ടത്, ഈ പദ്ധതി നടപ്പാക്കുന്നത് LICയും അതുപോലെ തന്നെ GIC ഉണ്ട്, പല കമ്പനികളുണ്ട്. അപ്പൊ ഓരോരുത്തർ ആർക്ക് ഇതിന്റെ പ്രീമിയം കൊടുക്കുന്നോ ആ കമ്പനികളാണ് ഇത് നടപ്പാക്കുന്നത്. പക്ഷെ ഇതിന്റെ ക്ലെയിം നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ LIC അല്ലെ GIC ഏതാണേലും അവിടെ പോകേണ്ട ഒരാവശ്യവും ഇല്ല. നമുക്ക് ഇതിന്റെ ക്ലെയിമിന്റെ ഒരു ഫോം നമ്മൾ ഏത് ബാങ്കിൽ ചേർന്നോ ആ ബാങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും. അവിടെ അത് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്ലെയിമിന്റെ പ്രോസസ് ചെയ്യേണ്ടത് അവരാണ്. അത് അവര് നടപ്പാക്കിക്കോളും. അപ്പം ഇതിനകത്ത് നമുക്കറിയാമല്ലോ, ഇൻഷുറൻസ് കമ്പനികളൊക്കെ എന്തെങ്കിലും ഒരു തുക തരുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിനുള്ള പല കൊറികളും ഒക്കെ നമുക്ക് വരും. ആ വരുന്ന സമയത്തൊക്കെ നമ്മൾ റിപ്ലൈ കൊടുത്താൽ അത് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും.
അപ്പൊ സാറിന് ഇങ്ങനെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും, അത് ഓട്ടോ ഇതായിട്ട് നിന്ന് പോയതാ. ഇങ്ങനെ സാറ് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ക്ലെയിം കിട്ടിയതായിട്ട് സാർ കേട്ടിട്ടുണ്ടോ? മരിച്ചുപോയ ആർക്കെങ്കിലും ക്ലെയിം കിട്ടിയതായിട്ട്? സാർ മ്യൂട്ടാ കേട്ടോ, അൺമ്യൂട്ട് ആക്കണം. അതെ സാറേ, അന്നേരം 300 അല്ലായിരുന്നു, 200 ചില്ലാൻ രൂപ ഉണ്ടായിരുന്നുള്ളൂ. അല്ലല്ല സാർ, 330 അന്ന് 330 തന്നെ ആണോ? 330 എമൗണ്ട് ഞാൻ 330 സാർ. ഓക്കെ, എക്സ്ക്യൂസ് മീ സാർ. ഓക്കെ പറഞ്ഞു സാർ. ഞാന് ഇതിനകത്ത് 2-ാം തീയതി തൊട്ട് ഇതിനകത്തൊരു പുതിയ മെമ്പറായിട്ട് ജോയിൻ ചെയ്തിരുന്ന ആളാണ്. എന്റെ പേര് ബേബി CP. ഞാന് ലൈഫ് ഇൻഷുറൻസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ചങ്ങനാശ്ശേരി ബ്രാഞ്ചിലാണ്. അപ്പൊ ജ്യോതികുമാർ സാർ ഇതിനകത്തുണ്ടായിരുന്നില്ല, ജ്യോതികുമാർ സാറ് ഇന്ന് വന്നിട്ടില്ല. അപ്പൊ സാറില്ലാത്തോണ്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞങ്ങളുടെ ഒരു മാർക്കറ്റിംഗ് മാനേജറായിട്ട് വലിയ ഡിവിഷൻ ഓഫീസറുടെ മാർക്കറ്റ് മാനേജർ ആയിരുന്നു. അപ്പൊ സാറുള്ളതുകൊണ്ടാണ് ഞാൻ മിണ്ടാഞ്ഞത്. പറഞ്ഞോളൂ സാർ. ഞാന് സീനിയർ സിറ്റിസൺ ആണ്. അപ്പൊ ഞാൻ ഈ സാർ ഇത് പറഞ്ഞപ്പോ എനിക്ക്, ഞങ്ങൾ ഇതിന്റെ ഒക്കെ ചെയ്യുന്ന ആളാണ്, ഇത് ബാങ്ക് വഴിയാണ് ചെയ്യുന്നത്. പക്ഷെ 50 വയസ്സ് വരെ 330 രൂപയും 50 വയസ്സിന് മേലുള്ളവർക്ക് 12 രൂപയും കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അതിന് മെമ്പറാണ്. എന്റെ അത് 12 വയസ്സ്, ഞാൻ 50 വയസ്സിന് ശേഷമാണ് ചേർന്നത്. 12 രൂപയേ ഉള്ളൂ 50 വയസ്സ്. ഓക്കെ സാർ, അതിനെപ്പറ്റി ഞാൻ ഇപ്പൊ പറയുന്നുണ്ട് സാർ. അതിന് വേറൊരു പദ്ധതി ഉണ്ട്. ഈ 2 ഇൻഷുറൻസ് ഉണ്ട്. 12 എടുക്കും. സാറിങ്ങനെ ഇത് പറഞ്ഞു 50 വയസ്സ് കഴിഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞുള്ളൂ. ഇല്ല, അതിനെപ്പറ്റി സോറി, ഞാനത് പറഞ്ഞത് ഇങ്ങനെ സാറിങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞുള്ളൂ. ഓക്കെ, ഈ 12ന്റെ വേറൊരെണ്ണം കൂടെ ഉണ്ട്. അപ്പൊ അതാണ് സാറിന് കേട്ടി. ഞാൻ അതും കൂടെ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. ഞാൻ ഇത് കഴിയും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ക്ലെയിം കൊടുത്തതായിട്ട് നിങ്ങൾക്ക് ആർക്കും അനുഭവം ഇല്ല. പക്ഷെ ഞാനൊരു ക്ലെയിം വാങ്ങിച്ചു കൊടുത്ത അനുഭവം എനിക്കുണ്ട്. അതൊന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാമല്ലോ. ചെയ്യുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഞാനന്ന് കാനറ ബാങ്കിന്റെ ചെത്തിപ്പുഴ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഒരാൾക്ക് ഒരു ഓട്ടോയ്ക്ക് ഒരു ലോൺ കൊടുത്തു. സാധാരണ ഈ ഓട്ടോയ്ക്ക് ലോൺ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം കുറച്ചു കാലം അടയ്ക്കും, അത് കഴിഞ്ഞാൽ അടവ് വരണ വലിയ പാടാണ്. പക്ഷെ ഈ ഒരു മനുഷ്യൻ വളരെ കൃത്യമായി അടയ്ക്കുന്ന, ഒരു കുടിശ്ശിക പോലും ഇല്ല അടയ്ക്കുന്ന ഒരാളായി. ഈ വ്യക്തിയെ കൊണ്ട് ഞാൻ ഈ ഇൻഷുറൻസ് എടുപ്പിച്ചാൽ അദ്ദേഹം ഒരിക്കൽ ഓട്ടോയിൽ വെച്ച് തന്നെ അറ്റാക്ക് മൂലം മരിച്ചു. അയാൾ മരിച്ചു എന്നറിഞ്ഞ് ഞാൻ അവിടെ പോയി കാണുകയും ചെയ്തു. പിന്നീട് ഈ കാര്യമൊന്നും ഞാൻ എൻ്റെ ഓർമ്മയിലില്ലായിരുന്നു. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ഇയാളുടെ ഭാര്യ പാസ്ബുക്കുമായിട്ട് ബാങ്കിൽ വരികയും അവര് വളരെ വിഷമിച്ച് നിൽക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ ചെന്ന് ചോദിച്ചു, എന്താണ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആ പാസ്ബുക്ക് എടുത്ത് നോക്കിയ സമയത്ത് ഇതിനകത്ത് ഈ 330 രൂപ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിനുണ്ട്. എന്നിട്ട് നേരെ എന്നോട് പറഞ്ഞു, ആ പുള്ളിയുടെ പേര് കണ്ണൻ എന്നാണ്, കണ്ണന്റെ ഭാര്യയാണ് ഞാൻ എന്ന് പറഞ്ഞു. അന്നേരം നോക്കിയപ്പോൾ ഈ 330 ഡെബിറ്റ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ ഈ അപേക്ഷയുടെ ക്ലെയിമിന്റെ ഫോം ഒക്കെ എടുത്തു കൊടുത്തു. ഇത് ശരിയാക്കി കൊണ്ടുവരിക. അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻഷുറൻസ് അദ്ദേഹം എടുത്തിട്ടുണ്ട്, ഇത് നമുക്ക് ക്ലെയിമിന് കൊടുക്കാവുന്നത്. അങ്ങനെ ഞാൻ അതിന്റെ ആപ്ലിക്കേഷൻ എല്ലാം ഫില്ല് ചെയ്ത് വാങ്ങിച്ച് അതിന്റെ ക്ലെയിം ഞങ്ങളുടെ കൺട്രോളിംഗ് ഓഫീസിൽ അയച്ചു കൊടുക്കുന്നത്. അവിടുന്നാണ് അവർ കൺസേൺ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് പോകുന്നത്. അവിടുന്ന് ഒരുപാട് കുറികൾ വന്നു. അതിനെല്ലാം ഞാൻ ആൻസർ കൊടുത്തു. അന്ന് ഇതിന്റെ 1 ലക്ഷം രൂപയായിരുന്നു. ഏതായാലും ആ 1 ലക്ഷം രൂപ ക്ലെയിം ആയിട്ട് കിട്ടി. ആ 1 ലക്ഷം രൂപ ക്ലെയിം ആയിട്ട് കിട്ടിയോണ്ട് എനിക്ക് 2 ഗുണമാണ് ഉണ്ടായത്. ഒന്നാമത് ആ ഓട്ടോ ലോൺ അടയ്ക്കാൻ പിന്നീട് അവർക്ക് യാതൊരു മാർഗവും ഇല്ലായിരുന്നു. അതിനകത്ത് ഏതാണ്ട് 40,000 ചില്ലാൻ രൂപ ഉണ്ടായിരുന്നു. ഈ വന്ന തുകയിൽ നിന്നും ആ ലോൺ എടുത്ത് ആ ലോൺ ക്ലോസ് ചെയ്യുകയും ബാക്കി തുക അവർക്ക് കൊടുക്കുകയും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സന്തോഷകരമായ കാര്യമാണ്. ഞാൻ വർക്ക് ചെയ്ത സമയം എനിക്ക് ഏറ്റവും സന്തോഷം തന്ന കാര്യങ്ങളിൽ ഒന്നാണ് അത് എന്ന് എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് സാധിക്കും. അത് ഈ പദ്ധതിയിൽ അവർ ചേർന്നത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടാനും അവരുടെ ആ ബാധ്യത തീർക്കാനും അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സഹായമായിട്ട് അവർക്ക് കിട്ടാനും ഇടയായത് എന്ന് ഞാൻ പറയുന്നു. അതുകൊണ്ട് ഈ പദ്ധതിയിൽ അർഹരായിട്ടുള്ളവരെല്ലാം ഇതിനകത്ത് ചേരണം. ഇനി നമ്മൾക്ക് ഇല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവരോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് അവരെ ചേർക്കാനായിട്ട് നമ്മൾ താല്പര്യം ഒന്ന് എടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ പറയുന്നു. ഈ പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി ഇതിനെപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ ഞാൻ അടുത്ത വേറൊരു ഇൻഷുറൻസ് പദ്ധതിയും കൂടെ ഉണ്ട്, ആ പദ്ധതിയിലേക്ക് പോവുകയാണ്. ഇറ്റ്സ് വെരി ക്ലിയർ. Congratulations. Thank you.
സാറേ ഇതിപ്പോ നമ്മള് അറിഞ്ഞ് ഇത് ചേർന്നാൽ മാത്രമേ ഇതിന്റെ അകത്ത് ക്ലെയിം വരുള്ളൂ. അക്കൗണ്ട് ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അക്കൗണ്ടിൽ നിന്ന് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല സാർ. ഓക്കെ, നമ്മൾ ഇതിനകത്ത് ഇതാക്കണം. അതാ ഞാൻ പറഞ്ഞത്, ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ എല്ലാ പദ്ധതികൾക്കും, അത് ഞാൻ പറഞ്ഞു വയ്ക്കുമെന്ന് എനിക്ക് സംശയം. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എല്ലാ ഒരു പദ്ധതികൾക്കും അവർ പ്രത്യേക ഒരു ആരുടെയും പാർട്ടിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ചോദിക്കാറില്ല. സെൻട്രൽ ഗവൺമെന്റ് എല്ലാ പദ്ധതികളും അവർ വെറും ക്ഷേമം നടപ്പാക്കുമെങ്കിലും ഈ ബെനഫിഷ്യറിയുടെ ഒരു കോൺട്രിബ്യൂഷൻ അവരെപ്പോഴും ചോദിക്കാറുണ്ട്. അല്ല, കോൺട്രിബ്യൂഷൻ കിട്ടുന്നവരെ മാത്രമേ ഇതിനകത്ത് അംഗമാക്കുകയുള്ളൂ. അതുകൊണ്ടുള്ള ഒരു ഗുണം, സാധാരണ സ്റ്റേറ്റിന്റെ പദ്ധതികൾക്കെല്ലാം അത് പഞ്ചായത്ത് വഴിയൊക്കെ നടപ്പാക്കി വരുമ്പോഴത്തേന് അത് അർഹതപ്പെട്ടവർക്കല്ല കിട്ടിയിട്ടുള്ളതേ എന്നുള്ള പരാതി വരുന്നു. പക്ഷേ സെൻട്രലിന്റെ ഈ പദ്ധതി ഇതിൽ അംഗമായവർക്ക് മാത്രമേ കിട്ടൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള പരാതിയുടെ പ്രശ്നം വരും. ഇതിൽ അർഹരായ എല്ലാവർക്കും കിട്ടാനായിട്ട് ചെയ്യും. ഈ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ഇതിന് വരുമാനം എന്നുള്ള ഒരു പരിധി ഇല്ല. ആർക്കും ഇതിനകത്ത് ചേരാവുന്നതാണ്. ഇതിൽ ചേർന്ന എല്ലാവർക്കും ഇതിന് അർഹതയുണ്ട്. വയസ്സ് മാത്രമാണ് ഇതിനകത്തുള്ള ഒരു ക്രൈറ്റീരിയ. ഓക്കെ സാർ, ഒരു സംശയം. 50 വയസ്സ് കഴിഞ്ഞിട്ട് ഈ പരിരക്ഷ കിട്ടുമോ? അപ്പൊ നമ്മൾ ചേർന്ന് ഇട്ടിട്ടുണ്ട്. 50 വയസ്സ് കഴിഞ്ഞിട്ടും മരണം സംഭവിച്ചാൽ ഇത് ഈ പരിരക്ഷ കിട്ടും അല്ലെങ്കിൽ? മാഡം, 50 വയസ്സിന് മുമ്പ് എടുത്ത ഒരാൾക്ക് ഇത് ഓട്ടോ റിന്യൂവൽ 55 വയസ്സ് വരെ കൊണ്ടുപോകാം. 55 വയസ്സ് കഴിഞ്ഞാൽ ഇതില്ല. അതാ ഞാൻ പറഞ്ഞ, ഇത് അകാലത്തിൽ മരിക്കുന്നവർക്ക് വേണ്ടി 55 വയസ്സിൽ വരെയൊക്കെ മരിക്കുന്നവരുടെ മക്കളൊക്കെ വളരെ ചെറുതായിരിക്കും. അവർക്ക് സംരക്ഷണത്തിന് ഒരു മാർഗമില്ല എന്നുള്ളത് വിചാരിച്ചായിരിക്കാം ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഇത് എടുത്തിട്ടുള്ളത്. 55 പിള്ളേരൊക്കെ ഇച്ചിരി വലുതായി കാണും, അവർക്കും അവരുടെ ആ മാർഗം കണ്ടെത്തിക്കോളൂ എന്നുള്ളത് കൊണ്ടായിരിക്കാം 55 കഴിഞ്ഞാൽ ഈ പദ്ധതി ഇല്ല, ഈ സ്വാഭാവിക മരണത്തിൽ. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തതിലേക്ക് പോവാണ്. അടുത്ത ഇതുപോലെ തന്നെയുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്. അതിന്റെ പേരാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന എന്നുള്ളത്, PMSBY എന്നുള്ളതാണ് ആ പദ്ധതിയുടെ പേര്. അതും ഒരു ഇൻഷുറൻസ് കവർ ആണ്. ആ ഇൻഷുറൻസ് കവറിന്റെ തുക 2 ലക്ഷം രൂപയാണ്. അവർക്ക് മരണം ഉണ്ടായാൽ, അത് അപകടത്തിലൂടെ മരണം ഉണ്ടായാൽ. നേരെ മറിച്ച് ഒരു അപകടത്തിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏതെങ്കിലും ഒരു അവയവം നഷ്ടപ്പെട്ടു പോയാൽ, അത് ഒരു കണ്ണാകാം, ഒരു കൈയാകാം, ഒരു കാലാകാം, അങ്ങനെ ഏതെങ്കിലും ഒരവയവം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അവർ മരിച്ചിട്ടില്ല എങ്കിൽ പോലും ഈ ക്ലെയിമിന് അവകാശമുണ്ട്. പക്ഷേ ക്ലെയിം തുക 1 ലക്ഷം രൂപയാണ്. അപ്പോൾ അങ്ങനെയുള്ളതിന് മാത്രം 1 ലക്ഷം രൂപ, മറ്റുള്ളതിന് 2 ലക്ഷം രൂപയാണ്. ഓക്കെ, ഇതിന്റെ പ്രീമിയം പെർ ആനം 12 രൂപ. മുമ്പ് സാറ് പറഞ്ഞ ഇത് ഈ 12 രൂപയുടെ ഈ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയുടെയാണ് എടുക്കുക. അത് മറ്റേ പദ്ധതിയുടെ അല്ല എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. ഈ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഏജ് 18 തുടങ്ങാം. പിന്നെ അത് 70 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ പദ്ധതിയിലാണ്. 70 വയസ്സ് വരെ ഇതിന് ആപ്ലിക്കബിലിറ്റി ഉണ്ട്. 70 വയസ്സ് വരെ ഇത് ഡെബിറ്റ് ആക്കി. നമ്മുടെ ഈ ഞാൻ ഒരു കണ്ണോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അവയവം നമ്മുടെ ഇറിക്കവറബിളി നഷ്ടപ്പെട്ടു പോയാൽ അതിന് കിട്ടുന്ന ക്ലെയിം 1 ലക്ഷം രൂപയാണ്. 2 ലക്ഷം രൂപ ഉണ്ടാകില്ല. അതിന് 1 ലക്ഷം രൂപയും നമുക്ക് ക്ലെയിം കിട്ടുകയുള്ളൂ. നമ്മുടെ ഈ ക്ലെയിമിന് എന്താ സാർ വല്ലതും പറയാൻ? PMJJY എന്നുള്ളതിന് ഏത് തരത്തിലുള്ള മരണവും കുഴപ്പമില്ല. അത് ഏത് സ്വാഭാവിക മരണം എന്നാണ്, ഏത് തരത്തിലുള്ള മരണത്തിനും. ഇത് ആക്സിഡന്റ് ആൻഡ് ഡെത്തിന് മാത്രമേ ഉള്ളൂ. ഇത് 70 വയസ്സ് വരെ നമുക്ക് പോകാം. ഓക്കെ, 12 രൂപയാണ് ഇതിന്റെ പ്രീമിയം. അപ്പൊ ഇതിനും ഈ പറഞ്ഞ പോലെ നമ്മൾ ക്ലെയിം കൊടുക്കുമ്പോഴത്തേന് ഇതിന്റെ മറ്റേതിന്റെ ക്ലെയിം നമ്മൾ പറഞ്ഞു 30 ദിവസം കഴിഞ്ഞാൽ അതിന് ഇഫക്റ്റ് ഉള്ളൂ. പക്ഷെ ഇതിന്റെ ക്ലെയിം ഇത് നമ്മൾ എടുത്ത് ഇത് അക്കൗണ്ടിൽ ഇതായി കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിൽ ഡെബിറ്റ് ആയി അവർക്ക് ഫസ്റ്റ് പ്രീമിയം കൊടുത്താൽ ആ മൊമെന്റ് മുതൽ ഇതിന് ഇഫക്റ്റ് ഉണ്ട്. ഇത് അപകട മരണമാണ്, അതിനായി മൊമെന്റ് മുതൽ ഇഫക്റ്റ് ഉണ്ട്. അത് മുതൽ നമുക്കിത് ക്ലെയിം ചെയ്യാം. ഇതിന്റെ ഈ പറഞ്ഞ പോലെ മറ്റേ ഇതിന്റെ പോലെ തന്നെ ക്ലെയിം കൊടുക്കേണ്ടത് നമ്മൾ ബാങ്കിലാണ് കൊടുക്കേണ്ടത്. ഈ ഇൻഷുറൻസ് ഇത് നടപ്പാക്കുന്ന ജനറൽ ഇൻഷുറൻസിലോ LICയിലോ നമ്മൾ പോകേണ്ട കാര്യമില്ല. ഇത് ബാങ്കിൽ മാത്രമേ ഇതിന്റെ ക്ലെയിം കൊടുത്താൽ മതി. നമ്മൾ അതിന്റെ ക്ലെയിമിനെ പറ്റി ചോദിക്കേണ്ട ബാങ്കുകാരോട് തന്നെയാണ്. അവരിത് നടപ്പാക്കണം. ഇത് ബാങ്ക് നടപ്പാക്കണം, അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ്. അവിടെയും ആകാം. ഓക്കെ, അപ്പൊ ഈ 2 കൂട്ടരിൽ എവിടെയാണോ നമ്മുടെ ഇത് അക്കൗണ്ടിൽ ഡെബിറ്റ് ആയിരിക്കുന്നത് അവിടെയാണ് നമ്മൾ ഇതിന് വേണ്ടുള്ളത് കൊടുക്കേണ്ടത്.
അവിടെയാണ് നമ്മൾ ഇതിനു വേണ്ടി ചോദിക്കേണ്ടത്. ഇതും ആനുവൽ ആണ്. അത് ജൂൺ ടു മെയ് ആണ്. മെയ്യിലാണ് നമ്മുടെ പ്രീമിയം ഡെബിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മെയ്യിൽ ഇതൊന്ന് നോക്കിയാൽ മതി ഇതിന്റെ ഇത് വരുന്നുണ്ടോ എന്ന്. ഈ ക്ലെയിമിന്റെ കൂടെ നമ്മൾ കൊടുക്കേണ്ട ക്ലെയിമിന്റെ ആപ്ലിക്കേഷനും നമ്മുടെ ഡെത്ത് സർട്ടിഫിക്കറ്റും. പക്ഷെ ഈ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ഈ ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ പുറമെ നമ്മൾ വേറൊന്നുകൂടെ കൊടുക്കണം. അത് നമ്മുടെ FIR, ആക്സിഡന്റിൽ പോലീസ് റിപ്പോർട്ട് ചെയ്യുന്ന FIR, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടും കൂടെ ഇതിന്റെ കോപ്പിയും ഇതിനാവശ്യമാണ്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ക്ലെയിമിൽ മറ്റതുമായിട്ടുള്ള വ്യത്യാസം. അപ്പൊ ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്ലെയിമിന്റെ നോമിനിക്ക് 2 ലക്ഷം രൂപ ഇതിന്റെ ക്ലെയിം കിട്ടാം. അങ്ങനെയുള്ള ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം? ഈ പദ്ധതി വെറും 12 രൂപ. സ്മോൾ ഇന്റർഫറൻസ് പ്ലീസ് സർ. ഓക്കെ പറയൂ സർ. ഞാൻ എന്റെ സെർവന്റിന്റെ പേരിൽ ഒരു പോളിസി എടുക്കുകയാണ്. എന്റെ പേരിൽ നിന്നാണ് ബാങ്ക് അക്കൗണ്ട്. അത് പോസിബിൾ ആണോ? പോസിബിൾ ആണ് സാറേ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓട്ടോ റിന്യൂവൽ ക്രെഡിറ്റ് കൊടുത്താൽ മതി അല്ലേ? ഓട്ടോ റിന്യൂവൽ, അത് ഓട്ടോ ക്രെഡിറ്റ് അവരുടെ തന്നെ പേരിൽ തന്നെ വന്നോളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു. നോമിനി ഡീറ്റെയിൽസ് എല്ലാം അതിൽ കൊടുക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. എടുക്കാൻ പറ്റുന്ന പ്രായം 18 തൊട്ട് 70 വരെയാണ്. 70 വയസ്സ് വരെ എടുക്കാം മാഡം. അതിൽ താഴെയാണ് എടുക്കണം മാഡം. 12 രൂപ എന്നുള്ളൊരു ചായ കുടിക്കാൻ പൈസയാവും ഒരു കൊല്ലം. നമ്മളെ ആൾക്കാർ ആരെങ്കിലും എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ എടുപ്പിക്കണം. നമ്മുടെ മറ്റുള്ളവരെ കൊണ്ട് ഇല്ലെങ്കിൽ എടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ 12 രൂപ എങ്കിലും നിർബന്ധമായിട്ട് എടുപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇതിന് യാതൊരു വരുമാന പരിധിയില്ല. ഓക്കെ. ഗുഡ് ഈവനിങ് സാറേ, ഞാൻ ഡോക്ടർ ശ്രീകുമാർ മേനോൻ. സാറേ, എനിക്ക് ഇതിന്റെ ഈ കാനറ ബാങ്കിൽ നിന്ന് ഈ 12 രൂപ വെച്ച് എന്റെ പിടിക്കുന്നുണ്ട്. അപ്പൊ ഈ സാറ് പറഞ്ഞില്ലേ ഈ ആക്സിഡന്റൽ ഇതിനാണെങ്കിൽ 1 ലക്ഷം കിട്ടുന്നത്. ഒരു കയ്യോ കാലോ ഒക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാല് 1 ലക്ഷം കിട്ടും പറഞ്ഞില്ലേ? അപ്പൊ അതിന് ബാങ്കിൽ എന്ത് പ്രൂഫാണ് കൊടുക്കേണ്ടത്? അതിന് ഏതായാലും നമ്മുടെ ഈ ആക്സിഡന്റ് എല്ലാം വന്നു കഴിയുമ്പോൾ ഇത് ആക്സിഡന്റ് ആണ്, പോലീസ് റിപ്പോർട്ട് കാണുമല്ലോ സാറേ അതിനകത്ത്. ആ പോലീസ് റിപ്പോർട്ടും വേണം. പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഒരു റെക്കോർഡ് ഉണ്ടാവും. 100% അവയവം നഷ്ടപ്പെട്ടാലേ കിട്ടുള്ളൂ. അങ്ങനെയുണ്ട്. ഏതെങ്കിലും ഒന്ന് 100% പോകണം. അത് വെച്ച് പിടിപ്പിക്കാൻ പോലും പറ്റാത്ത രീതി ഇറിക്കവറബിളി ലോസ്റ്റ് ആയി. അതൊരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നമുക്ക് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നു സാർ. ഡിസബിലിറ്റി, വെറും ഡിസബിലിറ്റി, കൈ വെച്ച് പിടിപ്പിച്ച് ഡിസബിലിറ്റി ആണെങ്കിൽ കിട്ടുമെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. അല്ല അത് ഇങ്ങനെ റിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അല്ലെങ്കിൽ അങ്ങനെയുള്ളതിന് മാത്രമേ ഇത് പറ്റൂ. ദാറ്റ് ഈസ് ഇറിക്കവറബിളി ലോസ്റ്റ്. അതാണ് അവരുടെ ഇതിനകത്ത് കണ്ടീഷൻ വെച്ചിരിക്കുന്നത്. ഓക്കെ, ശരി ശരി. ഓക്കെ. ബാലകൃഷ്ണൻ സാർ വരെ ചോദിക്കാനുണ്ടോ? ബാലകൃഷ്ണൻ സാർ, സംശയം ക്ലിയർ ആയി. ഓക്കെ ഓക്കെ സാറേ. അപ്പൊ ഈ അങ്ങനെയാണെങ്കിൽ ഈ ഡിസേബിൾ വെച്ചുള്ള പെർസെന്റേജ് വെച്ച് കിട്ടില്ല. അത് കിട്ടുകയല്ല സാർ. ഇറിക്കവറബിളി ലോസ്റ്റ് ആണ് പറയുന്നത്. ഓക്കെ സാർ. ഓക്കെ, ശരി ശരി ശരി. ഓക്കെ. അപ്പൊ 2 പദ്ധതികളെ പറ്റി പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് നമ്മൾക്ക് എടുക്കാൻ പറ്റുന്നതാണ് എടുക്കണം. മറ്റുള്ളവരെ കൊണ്ട് എടുപ്പിക്കാൻ നമ്മളൊരു ശ്രമം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഞാൻ അടുത്ത വേറൊരു പദ്ധതിയിലേക്ക്, ഇതിന്റെയും പ്രീമിയം ഡെബിറ്റ് ചെയ്യുന്ന മെയിൽ ആണ് ഇത് ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതിൽ ഒരു കാര്യം വിട്ടുപോയി. ഇത് മെയിലാണ് ചെയ്യുന്നത്, റിന്യൂ ചെയ്യുന്നെങ്കിലും ഇപ്പൊ നമ്മൾ ആദ്യം എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ 6 മാസം കഴിഞ്ഞാൽ എടുക്കണമെങ്കിൽ ആ ഫസ്റ്റ് പ്രീമിയത്തിന്റെ പകുതി ആ കൊല്ലം കൊടുത്താൽ, അതായത് 6 രൂപ കൊടുത്താൽ മതി. 6 രൂപ കൊടുത്താൽ. ഇതിനല്ല, ഇതിന് ആ പദ്ധതി ഇല്ല സാറേ. ആദ്യം എടുത്ത 330 പറഞ്ഞ അതിനാണ്. അതിന്റെ പകുതി കൊടുത്താൽ 165 രൂപ കൊടുത്താൽ. ഓക്കെ. ഇനി അടുത്ത വേറൊരു പദ്ധതിയെ പറ്റി, ഞാൻ ലൈഫ് ഇൻഷുറൻസിന്റെ 2 കഴിഞ്ഞു. ഇനി അടുത്ത ഒരു പദ്ധതി നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. അതിന്റെ പേരാണ് ആയുഷ്മാൻ ഭാരത് യോജന. ആയുഷ്മാൻ ഭാരത് ഇത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയാണ്. ഇത് എല്ലാ ആൾക്കാർക്കും ഒരു ഹെൽത്തിന്റെ പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ, അത് പ്രത്യേകിച്ച് എല്ലാ മനുഷ്യർക്കും ഇത് ആപ്ലിക്കബിൾ അല്ല. ഇത് ലോ ഇൻകം കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ്. അത് 2018 ലോഞ്ച് ചെയ്തൊരു പദ്ധതിയാണ്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ആനുവൽ ഇൻകം ലിമിറ്റ് ഉണ്ട്. 3 ലക്ഷം പെർ ആനം ലിമിറ്റ് ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഇതിന് അർഹതയുണ്ടാവും. 3 ലക്ഷത്തോ അതിൽ താഴെയുള്ള അർഹമുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിന് അർഹതയുള്ളൂ. അതിന് മുകളിൽ ഇൻകം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അടുത്ത് ഇതിന്റെ ഇൻഷുറൻസ് കവർ, ഹെൽത്ത് ഇൻഷുറൻസ് കവർ 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് അത് വ്യക്തിക്കോ അവന്റെ ഫാമിലി മെമ്പേഴ്സിനോ എല്ലാവർക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. ഫാമിലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെങ്കിലും അവർക്കെല്ലാം ഇത് ആപ്ലിക്കബിൾ ആണ്. പക്ഷെ എല്ലാവർക്കും കൂടെ കിട്ടുന്ന കവർ 5 ലക്ഷം രൂപ. അതാണ് ഇതിന്റെ ഒരിത്. ഇത് 2 പദ്ധതികളായിട്ടാണ് ഇത് ഗവൺമെന്റ് നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. ഒന്ന് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ, മറ്റൊന്ന് നമ്മുടെ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന PMJAY എന്നുള്ള ഒരു പദ്ധതി. ഇത് 2 തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതിനെപ്പറ്റി ഞാൻ പറയാം. നമ്മൾക്ക് അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പറയാം. അടുത്തത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സിനെ പറയാം. ഇത് അമ്മമാരെ സംരക്ഷണത്തിനും കുട്ടികളുടെ അങ്ങനെയുള്ള അമ്മമാരുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അവിടെയുള്ള മെഡിക്കൽ കെയറിനും അതോടൊപ്പം തന്നെ മരുന്ന് വാങ്ങുക ഇങ്ങനെയുള്ള സകല കാര്യങ്ങൾക്കും വേണ്ടി ഇത് കൊടുക്കാവുന്ന ഒരു പദ്ധതിയാണ്. ഇതെല്ലാം നടപ്പാക്കേണ്ടത് സെൻട്രൽ പദ്ധതിയാണെങ്കിലും സ്റ്റേറ്റ് ആണ് ഇത് നടപ്പാക്കേണ്ടത്. അതിനുള്ള ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേന്ദ്രം ആണെന്ന് മാത്രമേ ഉള്ളൂ. അത് കേരളത്തിൽ ഇത് അത്ര ഈ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ് അത്ര നന്നായി നടപ്പാക്കുന്നുണ്ടോ എനിക്ക് സംശയമുണ്ട്. കേരളം തന്നെ ഒരു ഹെൽത്ത് കാർഡ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ കവർ 30,000 രൂപയുള്ളൂ. പക്ഷെ ഇത് 5 ലക്ഷം രൂപ കവറുള്ള ഒരു പദ്ധതി. അതായത് ഈ വെൽനസ് സെന്ററിൽ കൊടുക്കുന്നത് അമ്മമാര് മാതാക്കൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും അവരുടെ പകർച്ചവ്യാധികൾക്ക് കിട്ടുകയില്ല. നോൺ കമ്മ്യൂണിക്കൽ ഡിസീസ് അവിടെയുള്ള മെഡിക്കൽ സർവീസും അതുപോലെ തന്നെ അവിടെ ഉള്ള മരുന്ന് കൊടുക്കുന്നതിനെല്ലാം ഇതിനകത്ത് വരുന്ന സംഗതിയാണ്. അതാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ് വഴി കിട്ടുന്ന പദ്ധതി. അടുത്തതാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. അത് 5 ലക്ഷം രൂപ ഇൻഷുറൻസ് കവറുണ്ട്. അത് പബ്ലിക് ഹോസ്പിറ്റലിലും കിട്ടും, പ്രൈവറ്റ് ഹോസ്പിറ്റലിലും കിട്ടും. പക്ഷെ ആ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എംപാനൽ ചെയ്തതായിരിക്കണം. എംപാനൽ ചെയ്ത പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ. എംപാനൽ ചെയ്തല്ലെങ്കിൽ നമ്മൾ ചെന്നാൽ കിട്ടുകയില്ല. അവിടെ 5 ലക്ഷം രൂപ വരെ നമുക്ക് ഹെൽത്ത് ആ ഹോസ്പിറ്റലൈസേഷന് വരുന്ന എല്ലാ ചെലവുകളും ഈ 5 ലക്ഷത്തിനകത്ത് വരുന്ന ചെലവുകൾ നമുക്ക് കിട്ടാൻ അർഹതയുള്ളതാണ് ഈ പദ്ധതി പ്രകാരം. അത് നമുക്ക് പൈസ അവിടെ കൊടുക്കാതെ ക്യാഷ്ലെസ് ഫെസിലിറ്റി അവിടെ ഉള്ളതാണ്. ഈ എംപാനൽ ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ ക്യാഷ്ലെസ് ഫെസിലിറ്റി നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഏത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് എക്സ്പെൻഡിച്ചറിന് ഹോസ്പിറ്റലിനകത്ത് വരുന്ന ട്രീറ്റ്മെന്റിന് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണം. അഡ്മിറ്റ് ആകുന്ന കേസുകൾക്ക് മാത്രമാണ് ഇത് ബാധകമാകുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു അഡ്മിറ്റ് ആകുന്ന ഒരാള് ഈ അഡ്മിറ്റ് ആകുന്നതിന് മുമ്പ് 3 ദിവസം മുമ്പ് വരെയും അതുപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്ത ശേഷം 15 ദിവസം വരെയുള്ള ആ ചെലവും കൂടെ ഈ പദ്ധതിക്കകത്ത് കവർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇതിനകത്ത് ഫാമിലി സൈസിന് റിസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഇതിന് ഏജിന് ഇത്ര വയസ്സെന്നുള്ള യാതൊരു കണ്ടീഷനും ഇല്ല. ഏത് പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ളതിനും ലിംഗ വ്യത്യാസങ്ങൾ ഒന്നും ഇതിന് ബാധകമല്ല. അടുത്തത് ഇത് മരുന്നാണെങ്കിൽ മരുന്ന് ആശുപത്രിയിൽ നിന്ന് തരുന്ന മരുന്നിനും മെഡിക്കൽ എക്സാമിനേഷനും ലാബ് ചാർജിനും ഓപ്പറേഷനും ഇങ്ങനെയുള്ള ICU വരെ പോകുന്നതിനും അടക്കമുള്ള എല്ലാ ചെലവുകളും ഇതിനകത്ത് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയുള്ള അതാണ് ഈ ജൻ ആരോഗ്യ പദ്ധതി. അപ്പം അതിനകത്ത് പ്രീമിയം ഇല്ലല്ലോ അല്ലേ? ഇതിന് പ്രീമിയം ഇല്ല സാർ. ഇതിന് പ്രീമിയം ഇല്ല. ഓക്കെ. ഇത് പബ്ലിക് ഹോസ്പിറ്റലാണ് ഇത് കൊടുക്കുന്നെങ്കിൽ ആ തുക പ്രൈവറ്റ് ഹോസ്പിറ്റലിന് കൊടുക്കുന്ന പോലെ ഗവൺമെന്റ് ആ പബ്ലിക് ഹോസ്പിറ്റലിന് കൊടുക്കും. അങ്ങനെയാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് ആ പദ്ധതികളെ പറ്റി പറയാനുള്ളത്. ആ പദ്ധതിയെ പറ്റി കൂടുതൽ ഒന്നും പറയാനില്ല എന്ന് വിചാരിക്കുന്നു. സാറേ, അതിനകത്ത് പ്രീമിയം ഇല്ലാതെ നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് എങ്ങനെയാ അതിന്റെ നടപടി? ബാങ്കിനെ സമീപിക്കണോ? അത് അല്ലല്ല, അത് ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഹെൽത്ത് കാർഡ് പോലെ ഒരു കാർഡാ തരണ്ടേ.
പക്ഷെ ഇവിടെ കൊടുക്കുന്ന ഹെൽത്ത് കാർഡ് എല്ലാം ആ 30,000 കൊടുക്കുന്നുള്ളൂ പലതും. ഇത് നമ്മൾ എവിടെ അപ്രോച്ച് ചെയ്യും? അപ്രോച്ച് ചെയ്യേണ്ടത് ഇത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് നടപ്പാക്കി തരേണ്ടത്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നടപ്പാക്കി തരണം. ഇത് സെൻട്രലിന് അല്ലാണ്ട് ഇങ്ങനെ നേരിട്ട് ചെയ്യാനുള്ള പരിപാടി ഇല്ലല്ലോ. അവരാണ് ഇത് നടപ്പാക്കി തരണം. പക്ഷെ അത് അതിന്റെ തീരുമാനം സ്റ്റേറ്റ് ഗവൺമെന്റ് എടുക്കണം. ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇത് എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് കൃത്യം അതിനെപ്പറ്റി ഓർമ്മയില്ല. സ്റ്റേറ്റ് ഗവൺമെന്റ് നടപ്പാക്കണമെന്ന് തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് തന്നെ എന്റെ തീരുമാനം. പക്ഷെ അത് എത്ര മാത്രമേ നടപ്പാക്കിയിട്ടുണ്ടെന്നുള്ള കൃത്യം അറിയാം. ഓക്കെ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്നാൽ ചേരാൻ പറ്റുമോ? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എല്ലാ ഹോസ്പിറ്റലുകളും ഇതിന് ബാധക സാറേ. പക്ഷെ 3 ലക്ഷം രൂപ ഇൻകം എന്നുള്ള പരിധി ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇൻഷുറൻസിനെ പറ്റിയുള്ള നമ്മുടെ പദ്ധതി നമ്മുടെ എല്ലാം ഞാൻ കഴിഞ്ഞു. ഇനി അടുത്ത ഒരു പദ്ധതിയാണ്. തോമസ് സാർ ഒരു മിനിറ്റ് സാർ. അതായത് എനിക്ക് വേണ്ടിയല്ല, ഞാൻ തിരുവനന്തപുരത്ത് ട്രെയിനിങ്ങിനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിനെപ്പറ്റി കേട്ടിട്ടുള്ള ഒരു 3 വർഷം മുമ്പ്. അപ്പൊ ഞാൻ പാമ്പാടിയിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലത്തെ സൂപ്രണ്ടിന്റെ കൂട്ടുകാരനാണ്. അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു 3 കൊല്ലം മുമ്പാണ് പറഞ്ഞു, സാറേ നമുക്ക് അതിനെ പറ്റി ഒരു അറിവില്ല കേട്ടോ സാറേ എന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞ പോലെ ഇത് ഗവൺമെന്റ് അത്ര ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് എനിക്ക് തോന്നുന്നില്ല. 3 വർഷം മുമ്പിലത്തെ കാര്യമാണ് കേട്ടോ സാറേ. എനിക്ക് വേണ്ടിയല്ല, എന്റെ കൂടെയുള്ള ലൈൻമാർക്ക് ലോ ഇൻകം ഉള്ളവരൊക്കെ ഉണ്ട്, ഡെയിലി വേസുകാരൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ പോയത്. പക്ഷെ ഇല്ലാന്ന് അന്ന് അറിഞ്ഞത്. ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് അറിയില്ല കേട്ടോ സാർ. അതുകൊണ്ട് തന്നെ ഞാനും പറഞ്ഞത് ഇത് ഗവൺമെന്റ് ഈ കാര്യത്തിൽ വേണ്ടത്ര ഇത് കൊടുക്കുന്നുണ്ടോ എനിക്ക് സംശയം ഉണ്ട് എന്ന് ഞാൻ ഒരു വാക്ക് പറയാൻ കാരണം അതാ സാർ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, പക്ഷെ ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട്, കൊടുക്കാൻ ഗവൺമെന്റ് ബാധ്യസ്ഥരാണ് എന്ന് മാത്രം ഞാൻ പറയുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കും. ഇനി അടുത്ത ആ പദ്ധതി ഇൻഷുറൻസ് ഞാൻ വിട്ടു. ഇനി നമ്മുടെ ഒരു പദ്ധതി ഒരു പെൻഷൻ പദ്ധതിയാണ്. കാരണം നമ്മളെല്ലാവരും ഒരു പ്രായം കഴിഞ്ഞ ഒരു പെൻഷൻ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. കേരളത്തിൽ പല ജനങ്ങളും പല ക്ഷേമ പെൻഷനുകളും മേടിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കോൺട്രിബ്യൂഷനോടുകൂടി നമുക്ക് പെൻഷൻ കിട്ടുന്ന ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന എന്ന് അഥവാ APY. നമ്മുടെ പ്രധാനമന്ത്രി നടപ്പാക്കിയ എല്ലാ പദ്ധതികളും പ്രധാനമന്ത്രിയുടെ പേര് ഒരിടത്തും വെക്കാൻ കൊടുത്തിട്ടില്ല. അതെല്ലാം പുള്ളി പ്രധാനമന്ത്രി എന്നുള്ള പേരിലാണ് തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ ഈ ഒരു പദ്ധതി മാത്രം ഒരു പ്രധാനമന്ത്രിയുടെ പേരിലാണ് തുടങ്ങിയിരിക്കുന്നത്. അത് നമ്മുടെ പഴയ പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലാണ്. അടൽ പെൻഷൻ യോജന എന്നുള്ള പദ്ധതിയാണ് APY. ഈ APY എന്നുള്ളത് പ്രധാനമന്ത്രി നടപ്പാക്കിയെങ്കിലും അതിനു മുമ്പ് തന്നെ ഇതുണ്ടായിരുന്ന ഒരു പദ്ധതിയാണ്. അത് ആ പദ്ധതിയുടെ പേര് സ്വാവലംബൻ പദ്ധതി എന്നായിരുന്നു. ആ പദ്ധതി ഒന്ന് മോഡിഫൈ ചെയ്താണ് നമ്മുടെ പ്രധാനമന്ത്രി ഈ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. ഇത് നമ്മുടെ ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കാനായിട്ടുള്ള പദ്ധതിയാണ്. ഇതിന് വരുമാന പരിധി എന്നുള്ള ഒരു ലിമിറ്റ് ഇല്ല. ഏത് വരുമാനത്തിലുള്ളവർക്കും മറ്റു പെൻഷൻ വാങ്ങിക്കുന്നവർക്കും ഇതിനകത്ത് ചേരാവുന്നതാണ്. അതിന് പക്ഷേ നമ്മുടെ കോൺട്രിബ്യൂഷൻ അടയ്ക്കണം. ഇതിന് 5 തരത്തിലുള്ള പെൻഷൻ കിട്ടും. 1000 രൂപ, 2000 രൂപ, 3000 രൂപ, 4000 രൂപ, 5000 രൂപ. അങ്ങനെ 5 പെൻഷൻ പദ്ധതിയാണ് ഇതിനകത്ത് വരുന്നത്. അത് 60 വയസ്സ് കഴിഞ്ഞ ഏതൊരാൾക്കും ഇതിൽ അംഗമാണെങ്കിൽ അവർക്ക് ഈ പെൻഷന് അർഹതയുണ്ടായി. അംഗമാകുക എന്ന് പറഞ്ഞാൽ അവൻ ഈ പ്രീമിയം എല്ലാ മാസവും അടയ്ക്കുന്ന ആളാണെങ്കിൽ അവർക്ക് ഈ പെൻഷൻ അർഹതയുണ്ട്. അത് മരിക്കുന്നവരെ ഈ പെൻഷൻ കിട്ടാനായിട്ട് സാധിക്കും. 60 വയസ്സ് കഴിഞ്ഞാൽ അന്നേരം മുതൽ അവർക്ക് ഈ പെൻഷന് അർഹതയുണ്ട്. ഇതിനകത്ത് ചേരാനുള്ള മിനിമം പ്രായം, ഇതിനകത്ത് ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകത, ഇതിന്റെ നമ്മൾ അടയ്ക്കുന്ന തുകയോടൊപ്പം അതിന്റെ 50% കോൺട്രിബ്യൂഷൻ ഗവൺമെന്റ് തരും. സെൻട്രൽ ഗവൺമെന്റ് ഇതിനകത്തേക്ക് ഇടുന്നതാണ്. പക്ഷെ 5 കൊല്ലത്തേക്ക് മാത്രമേ സെൻട്രൽ ഗവൺമെന്റ് ഇടുള്ളൂ. അത് നമ്മൾ അടയ്ക്കുന്ന തുകയുടെ 50% പകുതി തുകയാണ് ഇടുക. അതിന്റെ മാക്സിമം ലിമിറ്റ് ഉണ്ട് 1000. അങ്ങനെ 5 കൊല്ലം വരേക്ക് 1000 പെർ ആനം. അങ്ങനെ 5 കൊല്ലത്തേക്ക് ഗവൺമെന്റ് ഇത് അടയ്ക്കും. ബാക്കി പിന്നെ നമ്മുടെ ഒരു തുകയാണ്. ഈ തുകയെല്ലാം കൂടി ഒരു ഫണ്ടാക്കിക്കൊണ്ട് ഗവൺമെന്റ് പല ഇൻവെസ്റ്റ്മെന്റിലായിട്ട് സൂക്ഷിക്കുകയാണ്. ഈ സൂക്ഷിക്കുന്നത് ഇക്വിറ്റിയിൽ വളരെ കുറച്ച് മാത്രമേ അവർ സൂക്ഷിക്കാറുള്ളൂ. ഇത് ഡിബഞ്ചേഴ്സ്, ബോൺസ്, RD ബോൺസ്, ഇങ്ങനെയുള്ള പല പല പദ്ധതികളിലാണ് ഇത് ചേർക്കുന്നത്. അങ്ങനെ ഇത് നടപ്പാക്കുന്ന പല ഏജൻസികളും ഉണ്ട്. അവർക്കാണ് ഇത് കൊടുക്കുന്നത്. അത് ഈ ഫണ്ട് അവർക്ക് കൊടുക്കുന്നതാണ്. ഇത് ചേരാനായിട്ടുള്ള ഏജ് 18 വയസ്സ് മുതൽ ആയ ആൾക്ക് ഇതിനകത്ത് ചേരാം. അതിനു മുമ്പുള്ളവർക്ക് ഇതിനകത്ത് ചേരാൻ പറ്റില്ല. 40 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിനകത്ത് ചേരാം. ഇതിനകത്ത് 18 വയസ്സ് ചേർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ 60 വയസ്സ് വരെ ഇതിന്റെ തുക അടയ്ക്കണം.
അതുകൊണ്ട് അവർക്ക് അടയ്ക്കേണ്ട പ്രീമിയം വളരെ കുറവാണ്. ഇപ്പം 1000 രൂപയുടെ പെൻഷൻ ഓപ്റ്റ് ചെയ്ത ഒരാളാണെങ്കിൽ 18 വയസ്സിൽ എടുത്തതാണെങ്കിൽ അവർക്ക് 42 രൂപ പ്രീമിയം വരുള്ളൂ. ഈ 42 രൂപ പ്രീമിയം അവർ ഓരോ മാസവും അടയ്ക്കണം. അടയ്ക്കുന്ന 60 വയസ്സ് വരെ അടയ്ക്കണം. 60 വയസ്സ് കഴിയുമ്പോൾ മുതൽ അവർക്ക് 1000 രൂപയുടെ പെൻഷൻ അർഹത. ഇത് അവർ മരിക്കുന്നവരേക്കും. മരിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്പൗസിനും ഈ തുക കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പം ഭർത്താവിന്റെ ആണ് ഇതെങ്കിൽ ഭാര്യയ്ക്കും കിട്ടും. ഭാര്യയുടെ മരണശേഷം അതിനകത്തുള്ള ഫണ്ട് വാല്യൂ, ബാക്കിയുള്ള ഫണ്ട് വാല്യൂ അത് അതിന്റെ നോമിനിക്ക് കിട്ടുകയും അങ്ങനെയുള്ള ഒരു പെൻഷൻ പദ്ധതിയാണ് ഈ അടൽ പെൻഷൻ യോജന എന്ന് പറയുന്ന പദ്ധതി. ഇപ്പൊ ഞാൻ ഇതിനകത്ത് ചില സാമ്പിളുകൾ എൻ്റെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് 25 വയസ്സുള്ള ആളാണെങ്കിൽ 18 വയസ്സ് ചേരുവാണെങ്കിൽ 1000 രൂപയ്ക്ക് 76 രൂപയാവും, 5000 രൂപയ്ക്ക് 376 രൂപയാവും. 40 വയസ്സിലാണ് ചേരുന്നെങ്കിൽ 1000 രൂപയ്ക്ക് 291 രൂപയാവും. പക്ഷെ 40 വയസ്സ് ചേർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 20 കൊല്ലം അടച്ചാൽ 18 കൊല്ലം ചേർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ കൂടുതൽ കൊല്ലം 42 കൊല്ലം അടയ്ക്കും. അതുകൊണ്ട് അവന്റെ തുകയും കൂടുതലാണ്. ഓക്കെ, അതാണ് ഈ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം. ഇതിന്റെ പല പല ഫണ്ട് അലോക്കേഷൻസ് ഉണ്ട്. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് എല്ലാം ഇതിൽ അംഗമായിട്ടുള്ള എല്ലാവർക്കും എല്ലാ കൊല്ലവും കിട്ടും. ആ സ്റ്റേറ്റ്മെന്റിൽ നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇതിനകത്ത് എത്ര ഫണ്ട് വാല്യൂ ഉണ്ട്, അതിനകത്ത് എത്ര വർധനവ് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് പല ഏജൻസികളുണ്ട്. ഈ ഒരെണ്ണത്തിനകത്തുള്ള ഏജൻസിയുടെ തുക വളരെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഏജൻസിയിൽ നിന്ന് മറ്റേ ഏജൻസിയിലേക്ക് മാറ്റാം. അങ്ങനെ 2 പ്രാവശ്യം വരെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാനുള്ള അവകാശവും കൂടെ ഉള്ള ഒരു പെൻഷൻ പദ്ധതിയാണ്. ഈ പെൻഷൻ പദ്ധതി വരുമാന പരിധി ഇല്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇത്രയാണ് ഈ പെൻഷൻ പദ്ധതിയെ പറ്റി എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി ആഡ് ചെയ്യാം, അല്ലെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. കേരളത്തിൽ എത്ര ആൾക്കാർ ഇതിൽ പ്രയോജനം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ? കൃത്യം അതിന്റെ നമ്പർ എനിക്ക് അറിയില്ല സാറേ. കേരളത്തിൽ പക്ഷെ ഒരുപാട് ആൾക്കാർ ഇത് എടുത്തിട്ടുണ്ട് ഈ പെൻഷൻ. അർഹതപ്പെട്ട എല്ലാവരും എടുത്തൊന്നുമില്ല, കുറെ ആൾക്കാർ എടുത്തിട്ടുണ്ട്. കാരണം ബാങ്കുകൾക്ക് ഇതിന്റെ ടാർഗറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ബാങ്കുകൾ ഇതിന്റെ പുറകെ നടന്ന് പിടിപ്പിക്കുന്നതാണ് ആൾക്കാർ. ഈ പ്രീമിയം 5 വർഷത്തേക്കല്ലേ ഉള്ളൂ? 5 വർഷം പ്രീമിയം അടച്ചാൽ മതിയല്ലോ പെൻഷന്? അല്ലല്ല സാറേ, 60 വയസ്സ് വരെ പ്രീമിയം അടയ്ക്കണം സാർ. 5 കൊല്ലം ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ തരുള്ളൂ. ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷൻ 5 കൊല്ലത്തേക്ക് പോകും. അപ്പൊ പെൻഷൻ കിട്ടുന്നതാണ് 5 കൊല്ലത്തേക്ക് അല്ലേ? അല്ലല്ല, പെൻഷൻ നമ്മൾ മരിക്കുന്നവരെ കിട്ടും സാർ. പിന്നെ പീരിയഡ് ഓഫ് 5 years എന്ന് പറഞ്ഞ കോൺട്രിബ്യൂഷൻ സബ്ജക്ട് ടു മാക്സിമം. അതായത് ഗവൺമെന്റും കൂടെ നമുക്ക് ഇതിന് കോൺട്രിബ്യൂഷൻ തരും 50%. നമ്മൾ അത് 5 കൊല്ലത്തേക്കേ ഉള്ളൂ. ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷൻ 5 കൊല്ലത്തേക്കേ ഉള്ളൂ. ബാക്കി പിന്നെ നമ്മുടെ ഫണ്ട് ഇങ്ങനെ ഉണ്ടാവുമല്ലോ, നമ്മുടെ ശരി. ആ തുക ഇനി നമ്മുടെ ഇത് എടുത്ത ആള് 60 കൊല്ലത്തിന് മുമ്പ് മരിച്ചു പോയാൽ അതിന്റെ നോമിനിക്ക് ഈ തുക തിരിച്ചു കൊടുക്കും. അല്ലല്ല, അവർക്ക് പെൻഷൻ അർഹത. അവർക്ക് സ്പൗസ് ആണെങ്കിൽ അവർക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ വേണം. ബാക്കിയുള്ള പ്രീമിയം കൊണ്ട് അടച്ച് 60 വയസ്സ് വരെ കണ്ടിന്യൂ ചെയ്യണ്ടേ? കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഇത് എടുക്കാം. സ്പൗസ് അല്ലാത്ത ആളാണ് നോമിനി എങ്കിൽ അവർക്ക് തിരിച്ചു കൊടുക്കും. ഓക്കെ, ഇടയ്ക്ക് വെച്ച് ക്ലോസ് ചെയ്യാൻ നോക്കിയില്ലല്ലേ സാർ? ഇടയ്ക്ക് വെച്ച് ക്ലോസ് ചെയ്യാൻ പറ്റിയല്ല സാർ. അതിനോ നോ ഓപ്ഷൻ. ക്ലോസ് ചെയ്യാൻ ഓരോ ഓപ്ഷനും ഇല്ല. ഓക്കെ, അപ്പൊ ഇത്രയെ പറ്റിയാണ് ഈ APY പറ്റി എനിക്ക് പറയാനായിട്ടുള്ളത്. ഇനി ഈ APY പറ്റിയേക്കാളും നല്ല ഒരു പെൻഷൻ പദ്ധതിയുടെ ഉണ്ട്. ഇത് നടപ്പാക്കേണ്ട ഒരു ബാങ്കുകാരാകട്ടോ. ബാങ്കുകാരോ പോസ്റ്റ് ഓഫീസോ ആണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പെൻഷൻ ഉണ്ട്. ഈ പെൻഷനെ പറ്റി അധികം ആൾക്കാർക്ക് മറ്റേ വലിയ പബ്ലിസിറ്റി ഒന്നും ഇല്ലാത്തൊരു പദ്ധതിയാണ് ഇത്. പക്ഷെ ബാങ്ക് വഴി അല്ല നടപ്പാക്കുന്നത്. ഇത് നമ്മൾ ഓൺലൈനായിട്ട് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. അതിന് പിന്നെ ഈ IT ഡിപ്പാർട്ട്മെന്റ് കോമൺ സർവീസ് സെന്റർ വഴി ഇതിന് അപ്ലൈ ചെയ്യാം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രാം യോഗി മാൻധൻ യോജന എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. ഇത് അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ്. അൺഓർഗനൈസ്ഡ് അസംഘടിത മേഖലയിലുള്ള ആൾക്കാർക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു പെൻഷൻ പദ്ധതിയാണ്. ഇതിന് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലുള്ള വർക്കേഴ്സ് ആണ്.
അവരുടെ ഏജ് 18 മുതൽ 40 വയസ്സ് വരെയുള്ള ഏജാണ്. മറ്റേ പെൻഷൻ പദ്ധതി പോലെ തന്നെ ഇതിനകത്ത് ഒരു വരുമാന പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അതിന്റെ വരുമാന പരിധി 15,000 രൂപയാണ്. 15,000 രൂപ മന്ത്ലി ഇൻകം ഉള്ള ഒരാൾക്ക് വരെ ഇതിനകത്ത് എടുക്കാൻ പറ്റും. അതിൽ കൂടുതൽ മന്ത്ലി ഇൻകം ഉള്ള ഒരാൾക്ക് ഈ പദ്ധതിയിൽ ചേരാൻ പറ്റുകയില്ല. ഓക്കെ, അതാണ് ഇതിന്റെ എലിജിബിലിറ്റി. ഇനി അതിന്റെ ഫീച്ചേഴ്സിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പദ്ധതിയിൽ ചേർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 3,000 രൂപ പെൻഷൻ കിട്ടുന്നതാണ്. 60 വയസ്സ് കഴിയുമ്പോൾ മുതൽ 3,000 രൂപ അവർക്ക് പെൻഷൻ കിട്ടും. ഇതിന്റെ വോളണ്ടറി ആയിട്ട് ചേരണം. നമ്മൾ കോൺട്രിബ്യൂട്ടറി പെൻഷനായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഫുൾ മാച്ചിങ് കോൺട്രിബ്യൂഷൻ, ഇത് അടയ്ക്കുന്നിടത്തോളം കാലം ഗവൺമെന്റ് ഇതിന്റെ മാച്ചിങ് കോൺട്രിബ്യൂഷൻ ഇടുന്നതാണ്. മറ്റേ 5 കൊല്ലത്തേക്ക് മാത്രമേ ഉള്ളൂ. ഇത് ഫുൾ ഇയറിൽ വരേക്കും ഇതാണ് ഉള്ള കാലത്തോളം ഇതിന് ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ കിട്ടുന്ന ഒരു പദ്ധതിയാണ് ഈ പദ്ധതി. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഏജ് 18 വയസ്സുള്ള ഒരാളുടെ അടുത്ത് 55 രൂപ കൊടുത്താൽ 18 വയസ്സ് എടുക്കുക. മറ്റേ 42 ഇത് 55 വയസ്സ്. 40 വയസ്സൊരാളാണ് 200 രൂപയാണ് അടയ്ക്കാൻ. ഇത്ര അടച്ചു കഴിഞ്ഞാൽ അവർക്ക് 3,000 രൂപയ്ക്ക് പെൻഷൻ അർഹതയുണ്ട്. ഇതാണ് ഈ പദ്ധതി. ഇത് ഓൺലൈനായിട്ടാണ് ചെയ്യേണ്ടത്. ഈ പദ്ധതി ഈ പറഞ്ഞ സാധാരണക്കാർ, അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്. ഹെൽപ്പ് ലൈനിൽ ഒരു നമ്പർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അവരുടെ ഇമെയിൽ ID ഞാൻ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇതിനെപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ടോ ചോദിക്കാം. അല്ലെങ്കിൽ ഞാൻ അടുത്ത പദ്ധതിയിൽ പോവുകയാണ്. നമ്മുടെ സമയവും 1 മണിക്കൂറായി. എന്നാലും നമ്മുടെ പദ്ധതി നമുക്ക് ചില 1-2-3-4 സൈഡ് കൂടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് തീർക്കാമെന്ന് വിചാരിക്കുന്നു. അല്ലെ, തീർക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. തുടരാമല്ലോ അല്ലേ? ഓക്കെ. അടുത്ത വേറൊരു പദ്ധതിയാണ് പെൺകുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ എന്നുള്ള ഒരു ഇത് പ്രകാരം പ്രധാനമന്ത്രി ഇംപ്ലിമെന്റ് ചെയ്ത ഒരു നിക്ഷേപ പദ്ധതിയെ പറ്റിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതിന്റെ പേരാണ് സുകന്യ സമൃദ്ധി യോജന എന്ന് പറഞ്ഞ ഒരു പദ്ധതിയാണ്. അപ്പം ആ പദ്ധതിയുടെ ഡീറ്റെയിൽസ് ആണ് ഇത്. 2015 മുതൽ നരേന്ദ്രമോദി ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്താണ് ബേട്ടി പഠാവോ. ഇതിന്റെ ഭാഗമായിട്ട് പെൺകുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. അവരെ പഠിപ്പിക്കുക, അവരെ വളർത്തുക എന്നുള്ള രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞ ഒരു പദ്ധതിയാണ്. ഇതിനകത്ത് ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്യേണ്ടത് അവരുടെ പേരന്റോ ഗ്രാൻഡ് പേരന്റോ ആയിട്ടുള്ള ആൾക്കാരാണ്. 2 കുട്ടികളുടെ പേരിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. 2 കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ പേര് 2 പെൺകുട്ടികളുടെ പേരിൽ മാത്രമേ ഇത് എടുക്കാൻ പറ്റൂ. അത് അവരുടെ 10 വയസ്സ് വരെ ഈ പദ്ധതിയിൽ ചേരാൻ പറ്റും. 10 വയസ്സ് വരെ. 10 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ചേരാമല്ല. കുട്ടി ജനിച്ച അന്നേരം മുതൽ 10 വയസ്സ് വരെ ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ്. ഇതിന് സാധാരണ ഡെപ്പോസിറ്റിനേക്കാളും ബാങ്കുള്ള ഡെപ്പോസിറ്റിനേക്കാളും റേറ്റ് കൂടുതൽ തരുന്നതാണ്. അന്ന് ഇത് തുടങ്ങിയ സമയത്ത് 2015 8% ഉണ്ട്. അന്ന് ബാങ്കിൽ 7% റേറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന്റെ റേറ്റ് 7.6 ആണ്. ബാങ്കിലെ റേറ്റ് 5-6 കൂടുതലില്ല. പക്ഷെ ഇതിന് 7.6 റേറ്റ് ഡെപ്പോസിറ്റ് കിട്ടുന്ന ഒരു പദ്ധതിയാണ്. 2 കുട്ടികൾ വരെ ഇത് എടുക്കാവുന്നതാണ്. ഇതിന്റെ മിനിമം ഡെപ്പോസിറ്റ് 250 രൂപ പെർ ആനം. മാക്സിമം ഡെപ്പോസിറ്റ് 150 പെർ ആനം. അത്രയും ഇതിനകത്ത് ഇടാൻ പറ്റും. അങ്ങനെ ഒരു ഡെപ്പോസിറ്റ് ആണ് ഒരു കുട്ടിയുടെ പേര്. ഓക്കെ, ഇതിനകത്ത് മാക്സിമം അടയ്ക്കാൻ പറ്റുന്നത് 14 കൊല്ലമാണ്. നമ്മൾ സാധാരണ ഏത് ഡെപ്പോസിറ്റ് എടുത്താലും 10 കൊല്ലം വരെ ഇതിനകത്ത് നമുക്ക് അടയ്ക്കാൻ പറ്റും. ഇതിനകത്ത് 14 കൊല്ലം വരെ അടയ്ക്കാം. അടച്ചു കഴിഞ്ഞാൽ ഇതിന് കുട്ടിക്ക് 21 വയസ്സ് വരെ ആകുമ്പോഴാണ് നമുക്ക് ആ തുക തിരിച്ചു കിട്ടുന്നത്. എന്ന് മാത്രമല്ല, ഇതിന് ഇൻകം ടാക്സിന്റെ 80C ബെനിഫിറ്റിൽ ഇൻകം ടാക്സ് കൊടുക്കുന്ന ആരെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് എടുത്തു കഴിഞ്ഞാൽ 80C ബെനിഫിറ്റിനകത്ത് 150 lakhs വരെയുള്ള എമൗണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇതിന്റെ എമൗണ്ട് തിരിച്ചു കിട്ടുന്ന കുട്ടിക്ക് 21 വയസ്സ് വരുമ്പോഴാണ്. അല്ലാണ്ട് കിട്ടാനായിട്ട് പിന്നെയുണ്ട്. അതായത് കുട്ടിയുടെ വിവാഹ സമയത്ത് 21 വയസ്സിന് മുമ്പ്, 18 വയസ്സിന് ശേഷം 21 വയസ്സിന് മുമ്പ് കുട്ടിയുടെ വിവാഹം ഉണ്ടെങ്കിൽ ആ സമയത്ത് ഇത് ക്ലോസ് ചെയ്ത് ഈ തുക എടുക്കാം. അല്ലെങ്കിൽ കുട്ടിക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകണമെങ്കിൽ ആ സമയത്തും ഇതിനകത്തുള്ള തുകയുടെ 50% വരെ വേണമെങ്കിൽ എടുക്കാം. ഇത് രണ്ടുമാണ് ഇതിനു മുമ്പ് എടുക്കാൻ പറ്റുന്ന ഒരേ പദ്ധതി. അല്ലെങ്കിൽ 21 വയസ്സ് വരെ മാത്രമേ ഉള്ളൂ കിട്ടുള്ളൂ. ഇതിങ്ങനെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ല പദ്ധതിയാണ്.
ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കുന്നു, ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് പറയുന്നു. ഓക്കെ, ഈ പദ്ധതിയെ പറ്റി എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ചോദിക്കാം, അല്ല ഞാൻ അടുത്ത ഇതിലേക്ക് പോവാണ്. ഓക്കെ സാർ, ഇതിന് കവറേജ് എങ്ങനെയാ? ഏത് ഈ പദ്ധതിക്ക് എങ്ങനെയാ കവറേജ് വല്ലതും ഉണ്ടോ? കവറേജ് ഒന്നുമില്ല സാർ, ഇതൊരു നിക്ഷേപ പദ്ധതിയാണ് സാർ. നിക്ഷേപം മാത്രമാണ്? ഇത് നിക്ഷേപമാണ്, പെൺകുട്ടി നിക്ഷേപ പദ്ധതിയാണ്. അതിന് റേറ്റ് താരതമ്യേന കൂടുതൽ കിട്ടും. അതിന് ഇൻകം ടാക്സ് ബെനിഫിറ്റും ഉണ്ട്. ATC നമ്മൾ LIC ഒക്കെ എടുക്കില്ലേ, അതുപോലെ ATC ബെനിഫിറ്റും ഉണ്ട്. ഓക്കെ, അതാണ് ഇതിന്റെ മെച്ചം. ഇത് ഈ കുട്ടി ഇതിനോടിടയ്ക്ക് 21 വയസ്സിനോടൊക്കെ ഇത് മരിച്ചു പോവുകയാണെങ്കിൽ അതിന് വല്ല ഇത് കൊടുക്കോ? മരിച്ചു പോയാൽ നമുക്ക് അതിന് ക്ലെയിം കിട്ടും സാർ. ആ ക്ലെയിം അടച്ച തുകയുടെ അത്രേ കിട്ടുള്ളൂ, അതോ അതിന്റെ ഇൻട്രസ്റ്റ്? വിത്ത് ഇൻട്രസ്റ്റ്. വിത്ത് ഇൻട്രസ്റ്റ്. അല്ലാതെ നമ്മൾ കവറേജ് ഇല്ല. കവറേജുകളൊന്നും ഇല്ല. ഓ ശരി, ഓക്കെ. പിന്നെ ഇതിന്റെ ഒരു ബെനിഫിറ്റ്, നമുക്ക് ഇൻകം ടാക്സിന്റെ ബെനിഫിറ്റ് കിട്ടും. പിന്നെ ഇതിന്റെ മച്യൂരിറ്റി പ്രസിഡന്റിന് ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യം. ഓക്കെ, അതാണ് ഇതിന്റെ ബെനിഫിറ്റ്. ഓക്കെ, ഇതൊരു നിക്ഷേപ പദ്ധതി പെൺകുട്ടികളുടെ ഇതിനു വേണ്ടി. ഓക്കെ, ആ രീതിയിൽ എടുത്താണ് ഇതിന് കവറേജ് അങ്ങനെയൊന്നും. ഓക്കെ, ഇനി അടുത്ത ഒരു സ്കീം കൂടെ ഇതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഇൻഷുറൻസ് പദ്ധതി പറഞ്ഞു, പെൻഷൻ പദ്ധതി പറഞ്ഞു, ഡെപ്പോസിറ്റ് പദ്ധതി പറഞ്ഞു, ഇനി ഒരു വായ്പാ പദ്ധതിയും കൂടെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് ഇവിടെ അവസാനിപ്പിക്കും. ഓക്കെ, അത് ആൾക്കാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി, ഒരു തൊഴിൽ ഉണ്ടാകാൻ വേണ്ടി ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ്. അതിന്റെ പേരാണ് പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോജക്ട്, PMEGP എന്ന് പറഞ്ഞൊരു പദ്ധതിയാണ്. ഇത് ഒരു തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്. അത് പുതിയ പദ്ധതിക്ക് മാത്രമേ ഇതിന് അർഹതയുണ്ടാവൂ. അത് മാനുഫാക്ചറിങ് ആയിരിക്കണം. ഒരു ഉൽപാദനം നടക്കുന്ന എന്തെങ്കിലും ഒരു സ്ഥാപനം ഉണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു സേവനം കൊടുക്കുന്നതിനോ, ഇത് രണ്ടിനും മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. ഇതിന് കച്ചവടം നടത്തുന്നതിന്, ട്രേഡിങ്ങിന്, സാധനം മേടിച്ച് വിൽക്കുന്ന ആ പദ്ധതിക്ക് ഇതിന് കിട്ടുകയില്ല. കൃഷിക്കും കിട്ടുകയില്ല. ഈ രണ്ട് പദ്ധതി, ഒന്ന് ഇൻഡസ്ട്രിയൽ പദ്ധതി മാനുഫാക്ചറിങ്, അല്ലെങ്കിൽ സർവീസ്, ഇതിന് രണ്ടിനും മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് വലിയ ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. 8th സ്റ്റാൻഡേർഡ് മാത്രമേ ഇതിന്റെ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതില്ലാത്തവരാരും തന്നെ ഇല്ല. 8th സ്റ്റാൻഡേർഡാണ് ഇതിന്റെ മിനിമം ലിമിറ്റ്. ഇതിന് മാക്സിമം കിട്ടുന്ന പ്രോജക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 25 lakhs ആണ്. 25 ലക്ഷം മാനുഫാക്ചറിങ് ആണെങ്കിൽ, സർവീസ് ആണെങ്കിൽ 10 ലക്ഷം വരെയുള്ള വായ്പയ്ക്ക് അർഹതയുണ്ടാവും. ഇതിന്റെ വായ്പ തരുന്ന 2 തരത്തിലുള്ള ലോണും ഉണ്ടാകണം. അതായത് ഒന്ന് ദീർഘകാല വായ്പ ഉണ്ടാകണം, ഒന്ന് ഷോർട്ട് ടൈം വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ദീർഘകാല വായ്പ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു അസറ്റ് വാങ്ങേണ്ട ആവശ്യമുണ്ട്, അതിന് ദീർഘകാല വായ്പയായിട്ടും നമ്മുടെ പ്രവർത്തനം കൊണ്ടുവരാനുള്ള പ്രവർത്തന മൂലധനമായിട്ട് വർക്കിംഗ് ക്യാപിറ്റലായിട്ടും കൂടെ തരണം. ഇത് രണ്ടും കൂടെ കൂടിയായിട്ടാണ് ഇത് തരുന്നത്. ഇതിന് അർഹത കിട്ടണമെങ്കിൽ ഇതിന്റെ പ്രൊമോട്ടേഴ്സ് അതിനൊരു കോൺട്രിബ്യൂഷൻ അടയ്ക്കണം. അതായത് ജനറൽ കാറ്റഗറിയിൽപ്പെട്ട പ്രൊമോട്ടറാണെങ്കിൽ 10% അടയ്ക്കണം. സ്പെഷ്യൽ കാറ്റഗറിയിൽപ്പെട്ട ആളാണെങ്കിൽ 15% അടയ്ക്കണം. അതിന്റെ ബാക്കി ജനറൽ കാറ്റഗറിക്ക് 90% വരെയും സ്പെഷ്യൽ കാറ്റഗറിക്ക് 95% വരെയും ഇതിന് ലോണിന് അർഹതയുണ്ടാവും. ഇതിന്റെ സ്പെഷ്യൽ കാറ്റഗറി എന്ന് പറഞ്ഞാൽ SC, ST, OBC, വിമൻ, മൈനോറിറ്റി, എക്സ് സർവീസ്മെൻ, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, ഇത്രയും ആൾക്കാരെല്ലാം സ്പെഷ്യൽ കാറ്റഗറിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോൺട്രിബ്യൂഷൻ കുറവ് മതി. ഇതിന് സബ്സിഡി ഉള്ള ഒരു പദ്ധതിയാണ്. ഇത് നടപ്പാക്കുന്നത് DIC, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് ആൻഡ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്, അല്ലെങ്കിൽ ഖാദി അല്ലെങ്കിൽ വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡാണ് ഇതിന്റെ ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇത് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇതിന്റെ അപേക്ഷ ബാങ്കിലേക്ക് അയച്ചു കൊടുത്തു. ബാങ്കാണ് ഇതിന്റെ ഫിനാൻസ് ചെയ്യേണ്ടത്. ഈ ഫിനാൻസ് ചെയ്യുന്നതിന് പൈസ കിട്ടണമെങ്കിൽ ഇവരൊരു ട്രെയിനിങ്ങിനും കൂടെ കൊടുക്കണം. മിനിമം ഒരു 1 week വരുന്ന ഒരു ട്രെയിനിങ്, EDP ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു ട്രെയിനിങ് കൂടെ കഴിഞ്ഞ് ഇവർക്ക് പൈസ കൊടുക്കുകയുള്ളൂ. അത് പൈസ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, പൈസ കൊടുത്ത ഫസ്റ്റ് ഡേറ്റ് മുതൽ അവർക്ക് സബ്സിഡിക്ക് അർഹതയുണ്ട്. അതായത് അർബൺ ഏരിയയിലാണെങ്കിൽ 15%, റൂറൽ ഏരിയയിൽ 25%. ഇവിടുത്തെ റൂറൽ, കേരളത്തിൽ ഇവരുടെ കണക്ക് പ്രകാരം അധികം റൂറൽ ഉണ്ടാകില്ല. 20,000 താഴെ ആൾക്കാരുള്ളത് മാത്രമാണ് റൂറലായിട്ട് കണക്കാക്കുള്ളൂ. അപ്പൊ കേരളത്തിലുള്ള എല്ലാം തന്നെ അർബൺ ആയിട്ടേ വരൂ. 15% ഇതിന് ജനറൽ കാറ്റഗറിക്കും സ്പെഷ്യൽ കാറ്റഗറിക്ക് 25% അർഹതയുള്ളതാണ്. മറ്റേ റൂറൽ ആണെങ്കിൽ 25%, 35%ആണ് ഇതിന്റെ സബ്സിഡിയുടെ അർഹത. ഈ സബ്സിഡി ബാക്ക് എൻഡ് സബ്സിഡിയാണ്. ഇതിന്റെ സബ്സിഡി വന്നു കഴിഞ്ഞാൽ അതിന് ബാങ്കിൽ ഡെപ്പോസിറ്റ് ആയിട്ട് ഇടും. ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇൻട്രസ്റ്റ് കിട്ടുകയില്ല. പക്ഷെ അത്രയും തുകയ്ക്ക്
അവർക്ക് തന്നിരിക്കുന്ന ലോണിനും ഇൻട്രസ്റ്റ് ഉണ്ടാകുകയില്ല. അതായത് ഇവർക്ക് സബ്സിഡി കിട്ടുന്ന 10,000 രൂപയാണെങ്കിൽ 10,000 രൂപയ്ക്ക് ലോണിനും 0 ഇൻട്രസ്റ്റ് ആയിരിക്കും, ഇതിനും 0 ഇൻട്രസ്റ്റ്. ഇങ്ങനെയൊരു ആണ് ഇതിന്റെ സബ്സിഡി. ഇത് 3 കൊല്ലത്തേക്കെങ്കിലും ഇത് സൂക്ഷിക്കണം. 3 കൊല്ലം കഴിഞ്ഞിട്ടേ ഇത് ചെയ്യാനും ഇതിന്റെ തുക എടുത്ത് ലോൺ ക്ലോസ് ചെയ്യാനായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഇതാണ് ഈ പദ്ധതിയെ പറ്റി പറയാനുള്ളത്. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. പ്രധാനമന്ത്രി EGP സ്കീം നമുക്കിതിന് അർഹതയില്ല, മറ്റുള്ളവർക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഇതിന് ഏജ് ലിമിറ്റ് ഉണ്ടോ ആൾക്കാർക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക്? നോ ഏജ് ലിമിറ്റ് മാഡം, ഏജ് ലിമിറ്റ് പറയുന്നില്ല. പക്ഷേ മാനുഫാക്ചറിങ് സർവീസ് അതിനെ കൊടുക്കുള്ളൂ, പുതിയ യൂണിറ്റിനെ കൊടുക്കുള്ളൂ. അത് രണ്ടാണ് കണ്ടീഷൻ. അപ്പോൾ ഇതിനെപ്പറ്റി ഇനി കൂടുതലൊന്നും അറിയാനില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ ഇത് ഇംപ്ലിമെന്റിംഗ് അതോറിറ്റി ആരാണെന്ന് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് പിന്നെ ഇതാണ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെന്റർ ഓഫ് ഖാദി ഓർ വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡാണ്. ഇതിന്റെ കൊടുക്കേണ്ടത് ബാങ്കുകളാണ് വായ്പ കൊടുക്കേണ്ടത്. ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിനാണ് അവിടെ നമ്മൾ അപ്രോച്ച് ചെയ്യും. അവർ റെക്കമെൻഡ് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവര് പിന്നെ ബാങ്കുകാർ ഞങ്ങളത് സാങ്ഷൻ ചെയ്യാനുള്ളതെന്ന് മറ്റവരോട് പറയുമ്പോൾ അവരൊരു ട്രെയിനിങ് അറേഞ്ച് ചെയ്യും. ആ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ളൂ ബാങ്കുകാരിൽ ലോൺ കൊടുക്കുകയുള്ളൂ. ലോൺ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സബ്സിഡിക്ക് അർഹതയുണ്ട്. അതിന് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ സബ്സിഡി കിട്ടുകയും ചെയ്യും. ഇതെല്ലാം ചെയ്യേണ്ടത് ഈ അപേക്ഷ ഒഴിച്ച് ബാക്കിയെല്ലാം ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. ഓക്കെ സർ, ഒരു സംശയം കൂടെ ഉണ്ട്. ഈ സർവീസ് എന്ന് പറയുമ്പോഴേ എനിക്ക് ഒരാൾക്ക് വേണ്ടിയിട്ടാണ് അയാൾ നടത്തുന്നത്. ഒരു ഈ ഇൻഡോർ കോർട്ടൊക്കെ ഉണ്ടാക്കി ആൾക്കാർക്ക് എക്സസൈസ് ചെയ്യാനുള്ള മെഷീനൊക്കെ വെച്ച് ചെയ്യില്ലേ, അങ്ങനത്തെ ഒരു സംഭവമാണ്. അത് സർവീസ് ആയിട്ട് കൂട്ടുമോ? അത് സർവീസ് ആയിട്ട് കൂട്ടൂല മാഡം. കൂട്ടൂല അല്ലേ? കൂട്ടെന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ ഉള്ളതിന് ഇമ്പ്രൂവ് ചെയ്യാൻ കിട്ടുകയില്ല. പുതിയ സ്കീമിന് മാത്രമേ ഉള്ളൂ. അല്ല, പുതിയ സ്കീം ആണെങ്കിൽ അതിന് കിട്ടും. അതിന് സർവീസ് ആയിട്ട് എടുക്കാൻ പറ്റുമോ എന്നാണ് എനിക്കറിയാം. സർവീസ് ആയിട്ട് എടുക്കാം, സർവീസ് എടുക്കാം. ഇപ്പം നമ്മുടെ വണ്ടിയുടെ സർവീസ് ഉണ്ട്, അതുപോലെ തന്നെ മൊബൈൽ സർവീസ്, അതെല്ലാം സർവീസാ. ഇല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു വാർക്ക ചെയ്തു കൊടുക്കുക, അതും അങ്ങനെയുള്ള വാർക്ക ചെയ്തു കൊടുക്കുന്ന ഇങ്ങനെയുള്ളതൊക്കെ ഇതിന്റെ സർവീസ് ആയിട്ട് വരുന്ന ഇതായിട്ട് എടുക്കാം. ഇപ്പൊ നമ്മൾ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി വില്ലേജ് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കണം. അതിന് നമ്മൾ വലിയ പ്രോജക്ട് റിപ്പോർട്ട് വലിയ ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമൊന്നും സാറേ. നമുക്ക് അവരുടെ ഒരു ഫോർമാറ്റിൽ തന്നെ ഉള്ളതുകൊണ്ട് നമ്മൾ അവർ അസിസ്റ്റ് ചെയ്യും. അത് വെച്ച് നമ്മൾ എഴുതി കൊടുത്താൽ മതി. അല്ലാണ്ട് വേറുള്ളവർക്ക് കാശ് കൊടുത്ത് ഇതിന്റെ പ്രോജക്ട് റിപ്പോർട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ഇതൊക്കെ ഉണ്ട്. ആ ഒരു ഫോർമാറ്റിൽ പ്രകാരം കൊടുത്താൽ ചെറിയ ഇത് കൊടുത്താൽ അല്ല, അത് ജെന്യൂൻ ആണോന്ന് അവര് തോന്നണ്ടേ സാർ? കാശ് മേടിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു അല്ലല്ല, അവരത് നോക്കി അവര് ആൾക്കാരെ കണ്ട് പദ്ധതി മനസ്സിലാക്കിയ ശേഷം അവർ കൊടുക്കുള്ളൂ. ഓക്കെ, അല്ലാണ്ട് ഇമ്മാന്നും കൊടുക്കുന്നതല്ല സാറേ. ഇതിന് സബ്സിഡിക്ക് അർഹതയുള്ളത്. ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റും ഖാദി ബോർഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ സാർ? ഖാദി ബോർഡ് ഇത് ഏതെങ്കിലും ഒന്നേ ചെയ്യുള്ളൂ. ഇൻഡസ്ട്രീസ് ഒരു ഡിസ്ട്രിക്ട് കൊടുക്കുന്നെങ്കിൽ അവരതായിരിക്കും കൊടുക്കുന്നത്. 2 കൂട്ടരും ഇവിടെ ഇല്ല. ഓക്കെ സാറേ, ചിലത് ഡിസ്ട്രിക്ട് സെന്റേഴ്സ് ഇല്ലാതെ ചില സ്റ്റേറ്റ് ഖാദി ബോർഡായിരിക്കും. അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ്. ശരി ശരി. അപ്പൊ ഞാൻ എല്ലാം കൂടെ എന്റെ പ്രോഗ്രാം ഇവിടെ സമർപ്പിക്കുകയാണ്. ഞാനിപ്പോ പറഞ്ഞതിനെ പറ്റി പറയാം. നമ്മൾ PMJJBയെ പറ്റി പറഞ്ഞു, PMSBYയെ പറ്റി പറഞ്ഞു, APYയെ പറ്റി പറഞ്ഞു, പ്രധാനമന്ത്രി ശ്രാം യോഗി മാൻധൻ യോജന എന്ന് പറഞ്ഞ പദ്ധതി പറഞ്ഞു, ആയുഷ്മാൻ ഭാരത് യോജന എന്ന ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി പറഞ്ഞു, സുകന്യ സമൃദ്ധി യോജന എന്ന് പറഞ്ഞ ഡെപ്പോസിറ്റിനെ പറ്റി പറഞ്ഞു, പിന്നെ PMEGP പറഞ്ഞു. അപ്പൊ ഈ പദ്ധതികളെല്ലാം നമ്മൾ മനസ്സിലാക്കി നമുക്കില്ലെങ്കിൽ പോലും നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിന്റെ പ്രയോജനം എടുക്കാനായിട്ട് എല്ലാവരെയും സഹായിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയെന്ന് ഞാൻ കണക്കാക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. കാരണം കേന്ദ്ര സർക്കാർ ഇത്രമാത്രം മനോഹരമായ ഒത്തിരി പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാൻ തക്കവിധം തന്നിട്ടും പലപ്പോഴും നമ്മളത് അറിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം.
അപ്പൊ ആ ഒരു സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് സാറ് ഏകദേശം 7 തരത്തിലുള്ള യോജനകളെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ സുരക്ഷാ പദ്ധതികളെ കുറിച്ച് പറഞ്ഞു. അതിലെ PMJJY പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജനയെ കുറിച്ചും, അതുപോലെ PMSBY, അതുപോലെ തന്നെ APY പ്രധാനമന്ത്രി ശ്രം യോഗി മന്ദൻ യോജനയെ കുറിച്ചും, അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് യോജന, സുകന്യ സമൃദ്ധി യോജന ആൻഡ് PMEGP എന്ന് പറയുന്ന യോജനയെ കുറിച്ചും വളരെ കൃത്യമായി പറഞ്ഞു. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് സാറ് നൽകിയത്. അതിന്റെ ഓരോ പ്രത്യേകതകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 2 ലക്ഷം രൂപ കവറുള്ള വെറും 330 രൂപ മാത്രം അടയ്ക്കേണ്ട, ഇയർലി ആയിട്ട് അടയ്ക്കേണ്ട പലതരത്തിലുള്ള പദ്ധതികൾ. അതുപോലെ തന്നെ 5 ലക്ഷം രൂപ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന അല്ലെങ്കിൽ കവർ കിട്ടുന്ന പദ്ധതികൾ. അതുപോലെ തന്നെ 12 രൂപ അടച്ചാൽ 2 ലക്ഷം രൂപ നൽകുന്ന അപകട പദ്ധതികൾ. അങ്ങനെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള പദ്ധതികൾ തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്ക് അറിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ സാറ് ചെയ്ത ഈ ഒരു പരിശ്രമം വളരെ ഹൃദയപൂർവ്വം ഞങ്ങൾ സ്വീകരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുന്നോട്ടുള്ള ചിന്തകളും അതുപോലെ കേരളത്തിലുള്ള ക്ഷേമ പദ്ധതികളെ കുറിച്ചുമൊക്കെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ കാലമായി ഞാൻ ഇങ്ങനെ ഒരു പദ്ധതിയെ കുറിച്ച് ആലോചിക്കുന്നത്. വളരെ യാദൃശ്യമായിട്ടാണ് തോമസ് സാറിനെ എനിക്ക് പരിചയപ്പെട്ടത്. തോമസ് സാറിനെ എനിക്ക് പരിചയപ്പെടുത്തുന്നത് ബൈജു ആണ്. ബൈജുവിനോട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് സാർ ബാങ്കിലാണ്, സാർ വളരെ ക്രിയേറ്റീവായിട്ട് എടുക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയാണ് തോമസ് സാറിനെ പരിചയപ്പെട്ടത്. തന്നെയുമല്ല ഇപ്പോൾ സാറ് ചെയ്യുന്ന പ്രവൃത്തി ഒരു ലിറ്ററസി കൗൺസിൽ എന്ന നിലയിൽ തന്റെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സാറിനെ വളരെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങളെല്ലാവരും സാറിനെ അഭിനന്ദിക്കുകയാണ് ഇതുപോലത്തെ ഒരു എഫേർട്ട് എടുത്തതിന്. ഇതിലൂടെ ഞങ്ങൾക്കും ഒത്തിരി കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. പൊതുജനങ്ങളിലേക്ക് അറിയിക്കാനുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതാണ്. ഇതെല്ലാം നമ്മൾ റെക്കോർഡഡ് ആണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വീഡിയോകൾ നമ്മൾ പരസ്യമായിട്ട് പബ്ലിഷ് ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ ഒരിക്കൽ കൂടി വളരെ ഹൃദയപൂർവ്വം സാറിന് നന്ദി അറിയിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഓൾമോസ്റ്റ് നിങ്ങൾ സംശയങ്ങളെല്ലാം നടത്തി നിവാരണം ചെയ്തു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അവിടെ ഒരു കാര്യം എനിക്ക് ഉണ്ടായിരുന്നു, ഫോട്ടോ വന്ന കാരണം ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ കേൾക്കാൻ പറ്റിയില്ല. അത് ഞാൻ തീർച്ചയായിട്ടും വീഡിയോയിൽ കൂടെ കേട്ടോ. താങ്ക് യു സർ. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് അവസാനം. ഒരു കാര്യം പറയുന്നത്, ഇത്രയും സ്കീമുകൾ ഉണ്ടായിട്ട് ഇതിനൊന്നും വേണ്ട രീതിയിലുള്ള പ്രോപ്പർ പരസ്യം അതല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കാതെ പോകുന്നതിന്റെ കാരണം എന്താ സാർ? ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നവർക്ക് ഇങ്ങനെ സ്കീമുകൾ ഉണ്ട്, ഇതുപോലെയാന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരം ലഭിച്ചു. അത് ഞങ്ങൾ മാട്ടുബന്ധം വിനിയോഗിച്ചോളാം. പക്ഷെ എന്തുകൊണ്ട് ഇതിങ്ങനെ പബ്ലിക്കിന്റെ ഇടയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് വിഷയം. കാരണം ഇത് നടപ്പാക്കുന്ന സാറേ ബാങ്കുകളാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് വലിയ ബെനിഫിറ്റ് ഒന്നും കിട്ടാത്തതുകൊണ്ട് അവർക്ക് ഇതിന് അത്ര വലിയ താല്പര്യമില്ല. പിന്നെ ടാർഗറ്റ് കൊടുക്കുന്നതുകൊണ്ട് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പബ്ലിക് സെക്ടർ ബാങ്കുകൾ കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ പ്രൈവറ്റ് ബാങ്കുകൾ ഇത് ഒന്നും പറയുകയില്ല. കാരണം അവർക്ക് ഇതിലൊന്നും യാതൊരു താല്പര്യമില്ല. പബ്ലിക് സെക്ടറിന് ടാർഗറ്റ് ഉള്ളതുകൊണ്ട് മാത്രം അവര് ചിലപ്പോൾ നമ്മളെ എടുക്കാൻ പറയും. അത്രയേ ഉള്ളൂ. അല്ല, ഇപ്പൊ ഒരാൾ വന്ന് സമീപിച്ചു കഴിഞ്ഞാൽ അവര് തടസ്സമൊന്നും പറയുകയല്ലോ. തീർച്ചയായിട്ടും പറയാൻ ബാധ്യതയുണ്ട്. അവരുടെ അടുത്ത് ഫോം ഉണ്ട് ഇതിന്. ഓരോ ബാങ്കും അവരുടേതായ ലെറ്റർ ഹെഡിലാണ് ഈ ഫോം പ്രിന്റ് ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ ഈ ബാങ്കിലൊക്കെ ഇതൊന്ന് കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്താൽ പോലും ആൾക്കാർക്ക് നല്ലൊരു അവയർനെസ് കിട്ടിയാൽ. കാരണം എല്ലാവരും കമ്പൽസറി ആയിട്ട് ഇപ്പൊ ബാങ്കിൽ വരണമെന്നുള്ള ഒരു സാങ്കേതികത്വം നിലനിൽക്കുമ്പോൾ ഏതോ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി വരണം. അപ്പൊ ഇങ്ങനെ ഒരു നല്ലൊരു പോസ്റ്റർ എഴുതി വെച്ചാൽ പോലും അത് ക്രിയേറ്റീവ്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ബാങ്കിൽ എവിടെയെങ്കിലും പോസ്റ്റർ എഴുതി വെച്ചതായിട്ട് എന്റെ ഒരു ഓർമ്മയിലില്ല. സർ, എനിക്ക് കാനറ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു. ബാങ്കിലെ മാനേജറാണ് ഞങ്ങളോട് പറഞ്ഞ ആ 12 രൂപ വെച്ചിട്ടുള്ളതിന് ഞങ്ങൾ ചേർത്ത്. കാനറ ബാങ്കുകാരായിരുന്നു. പക്ഷെ മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല. കാനറ ബാങ്കിലെ സാറാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാനറ ബാങ്കിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെ 12 രൂപ പറയാനും എന്നുള്ളത് ചേർത്തിട്ടുണ്ട്. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സാർ, അടുത്ത ദിവസം ഇനി എന്തായിരിക്കും സാറിന് പറയാൻ പറ്റുന്നത്? എന്തായിരിക്കും അടുത്തൊരു ടോപ്പിക്കിനെ കുറിച്ച് സാറിന്? ഞാൻ മിക്കവാറും അടുത്തെടുക്കുന്നത് ഡിജിറ്റൽ ബാങ്കിങ് ആയിരിക്കും. ഡിജിറ്റൽ ബാങ്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും പുതിയ ടൈപ്പ് അല്ലെ? ഏറ്റവും പുതിയ. അത് തന്നെ എല്ലാവർക്കും വേണ്ടതാണല്ലോ ഡിജിറ്റൽ ബാങ്ക്. എല്ലാവർക്കും അറിയാവുന്നതൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും അതിന്റെ കുറച്ച് സാങ്കേതികത്വമൊക്കെ ഉണ്ട് സാർ. ഇതുപോലെയുള്ള കുറെ ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി ഞാൻ പറയാം. തീർച്ചയായിട്ടും സാർ. അപ്പൊ നമുക്ക് അടുത്ത വെള്ളിയാഴ്ച ഇതേ ദിവസം നമുക്ക് ആ ടോപ്പിക് കൂടെ എടുക്കാം.
തീർച്ചയായിട്ടും നിങ്ങൾ വൈഡായിട്ട് ഒരു പബ്ലിസിറ്റി കൊടുക്കുക. കാരണം ഇതൊരു ചെറിയ നിസ്സാരമായ ഒരു കാര്യമല്ല, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു ടോക്കാണ്, തന്നെയല്ല ഒരു അറിവും കൂടിയാണ്, മറ്റുള്ളവർ പകർന്നു കൊടുക്കേണ്ടത് അത്യാവശ്യവുമാണ്. കാരണം നമ്മുടെ മുമ്പിൽ ഇതുപോലെ ഇൻഷുറൻസ് പദ്ധതികളൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ ഗുണം കിട്ടുന്ന ഒത്തിരി ആളുകൾ ചുറ്റുമുണ്ട്. അവരുടെയൊക്കെ ചില പ്രത്യേക ജീവിത സാഹചര്യങ്ങൾ നമ്മൾ പലപ്പോഴും സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഇങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതെ പോകുന്ന വെറും 12 രൂപയ്ക്കും വെറും 330, ഒരുപക്ഷെ നമുക്ക് പോലും ഇത് അടയ്ക്കാൻ പറ്റും ഈസി ആയിട്ട്. എത്രയോ പേർക്ക് നമ്മളെ പോലെ സാധാരണക്കാർക്ക് അറിയുവാണെങ്കിൽ പറഞ്ഞു കൊടുക്കാം. സാധാരണക്കാരനും അറിയാൻ പറ്റില്ലോ, ആപ്ലിക്കൻസിന് മാത്രമല്ല അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ. ഇങ്ങനെയുള്ള കഷ്ടത ഇരിക്കുന്ന അവസരത്തിൽ ഇങ്ങനെ സ്കീം ഉണ്ടായിരുന്നു, അപ്ലൈ ചെയ്ത് നോക്കൂടെ നിങ്ങൾക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റൂല്ലോ. പറഞ്ഞിരുന്നു. ഏതായാലും സാറിന്റെ കോൺട്രിബ്യൂഷൻ വളരെ വാല്യുബിൾ ആണ് ഈ കാര്യത്തിൽ. സെൻട്രൽ ഗവൺമെന്റ് വേറെ പല പല പദ്ധതികളുണ്ട് സാറേ. ഈ ഫിനാൻഷ്യൽ ഇതുള്ളത് മാത്രമേ ഞാനിപ്പോ പറഞ്ഞുള്ളൂ. ആൾക്കാർക്ക് ഗ്യാസ് കിട്ടുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് പദ്ധതികളുണ്ട്. അരി കിട്ടുന്നത്, എന്തെല്ലാം പദ്ധതികൾ ഉണ്ട് ഇത്. പക്ഷെ ഞാൻ ഈ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമുള്ള ചില കാര്യങ്ങളാണ് ഇപ്പൊ ഉദ്ദേശിച്ചത്. ഓക്കെ സാർ. അല്ല അതെ, ഇതായാലും ഈ ഇപ്പൊ ഇത് പറഞ്ഞ പോലെ ആണെങ്കിലും വളരെ ആപ്ലിക്കബിൾ ആയിട്ട് ജനങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സ്കീമുകളാണിത് ഇപ്പൊ പറഞ്ഞത്. പക്ഷെ അതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണ്ടേ, അല്ലാതെ എന്ത് ചെയ്യും, വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടന്നിട്ട് കാര്യമുണ്ടോ? പക്ഷെ ചില നാഷണലൈസ്ഡ് ബാങ്കുകൾ ഇത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് സാർ, കുറെയൊക്കെ. ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നാഷണലൈസ്ഡ് ബാങ്ക് കുറച്ചൊക്കെ ഇത് എടുക്കുന്നുണ്ട്, ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അവര്. നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല എങ്ങനെയാണെങ്കിൽ പോലും. കാരണം നമ്മളുടെ ഒരു മനസ്സിൽ കൂടി, കാരണം നമ്മൾ ഈ ചാരിറ്റി ലൈനിലേക്ക് ഇത്രയോ പേർക്ക് ചെയ്യുമ്പോൾ എത്രയോ കുടുംബങ്ങൾക്ക് ഉള്ള ഒരു ഹെൽപ്പാണിത്. നമുക്ക് വേണമെങ്കിൽ അത് സ്പോൺസർ ചെയ്ത് പോലും ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കേസുകളുണ്ട്. പക്ഷെ ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് സാർ. വളരെ സന്തോഷം സാർ. ഇനിയുമല്ല, എനിക്ക് SC/ST ദളിത് ആ ഗ്രൂപ്പുകളെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് എൻ്റെ കയ്യിലും ഉണ്ട്. അപ്പൊ ആ ഒരു പ്രോജക്റ്റിൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവയർനെസ് ആവശ്യമുണ്ട്. അതുകൂടെ കൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ബുധനാഴ്ച ദിവസം നമ്മൾ സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴും, അല്ലെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ പറയുന്നത് പോലെ തന്നെ, പക്ഷെ അതിനേക്കാളും പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. അപ്പൊ തോമസ് സാറിന് വളരെ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് എല്ലാവരുടെയും പേരിൽ. മറ്റൊന്നുമില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു വെരി മച്ച് സാറേ. വളരെ സന്തോഷം. മോർ താങ്ക്സ്. ഓക്കെ സാർ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. ഈ സ്കീം ആർക്കും ആപ്ലിക്കബിൾ അല്ലാന്ന് കണ്ടോണ്ടോ ആൾക്കാർ വളരെ കുറവായിരുന്നു. ഓക്കെ. അല്ല സാർ, അത് പൊതുവെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മള് വളരെ ക്രിയേറ്റീവ് ആണെങ്കിൽ കണ്ടെത്തുക പാടാണ്. നമുക്ക് നമ്മുടെ ഡ്യൂട്ടി ചെയ്യാം. ഈ വീഡിയോ പൊക്കോളും. വീഡിയോ അത് ഞാൻ ഓപ്പൺ ആയിട്ട് പബ്ലിക്കിൽ ഇടാറുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു.